സജിന നൂർ, ഫിറോസ് ഖാൻ. സജിനയും ഫിറോസും തമ്മിലുള്ള വിഷയങ്ങൾ കഴിഞ്ഞ ദിവസം സജിന 1, 2, 3 എന്ന് പറഞ്ഞ വീഡിയോസ് അപ്ലോഡ് ചെയ്തു. അതുപോലെ തന്നെ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ഡിലീറ്റും ചെയ്തു. ഇതിനു മുമ്പ് റസൂൽ പൂക്കുട്ടി ഇൻവോൾവ് ആയ സജിന ഫിറോസ് റസൂൽ പൂക്കുട്ടി വിഷയമൊക്കെ ഞാനിവിടെ വന്ന് സംസാരിച്ചതാണ്. അന്ന് ഇന്ന് എല്ലാം എൻ്റെ ആവശ്യം എന്ന് പറയുന്നത് എൻ്റെ നാട്ടിൽ നിന്ന് മലപ്പുറത്തുനിന്ന് ഇവർ എടുത്ത കാറിൻ്റെ ആ ഓണറുടെ പേരിലുള്ള ആ കേസ് അത് സെറ്റിൽ ആവണം. അതാണ് എൻ്റെ ആവശ്യം. അന്നും ഇന്നും അത് തന്നെയാണ് എൻ്റെ ആവശ്യം. സജിനയായിട്ട് ഞാൻ വീഡിയോസ് ഇട്ടതിന് ശേഷം പേഴ്സണലി സംസാരിച്ച സമയത്ത് ആ കാര്യങ്ങളിൽ തീരുമാനം ഉണ്ടാക്കാൻ സംസാരിക്കാൻ റെഡിയാണ് എന്നുള്ളൊരു പോസിറ്റീവ് സൈൻ സജിനയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങൾ ഞാൻ ആ കാറിൻ്റെ ഓണറെ അറിയിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ അപ്ഡേറ്റ്സ് അവർ തമ്മിൽ എന്താണെന്നുള്ളത് ചെയ്യട്ടെ. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് വീഡിയോ ഇട്ടിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ആൻഡ് ഞാൻ ആ വീഡിയോസ് ചെയ്ത സമയത്ത് തന്നെ ക്ലിയറായി പറഞ്ഞതാണ്, കാറ് വിഷയമാണ് എൻ്റെ മെയിൻ പോയിന്റ്. ഇനി ഇവർ പബ്ലിക്കിൽ വന്നിട്ട് ഇവരുടെ പേഴ്സണൽ ലൈഫ് എക്സ്പോസ് ചെയ്താൽ ആ സമയത്ത് ഇപ്പോൾ പബ്ലിക്കായിട്ട് വരുന്നൊരു വീഡിയോ ആണ്, അതെനിക്ക് ഓഡിറ്റ് ചെയ്തേ പറ്റൂ. ഇപ്പം ഞാൻ സജിനയോട് ഒരുപാട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്, ഫിറോസിനോട് ഒരുപാട് സംസാരിക്കുന്ന അല്ല ഞാൻ പറയും ചെയ്തു. കാർ വിഷയത്തിൽ ഉപരി നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നടക്കുന്ന വിഷയങ്ങൾ പബ്ലിക്കായിട്ട് ഒരു ഓഡിറ്റിന് വെച്ചാൽ ഡെഫിനറ്റ്ലി ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്ന ഒരാളാണ്, ഞാനത് ചെയ്യും. എനിക്ക് എൻ്റെ അഭിപ്രായം പറയണം. പിന്നെ നമ്മൾ തമ്മിലൊക്കെ പേഴ്സണലി പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇപ്പോൾ ഫിറോസ് പറഞ്ഞ കാര്യം അറിയാം, സജിന പറഞ്ഞ കാര്യം. അപ്പോൾ പേഴ്സണലി ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി, ഇപ്പോൾ രണ്ട് സൈഡിൽ നിന്നും ഒരുപോലെ ഷെയർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും ഈ വിഷയത്തിൽ. അതുകൊണ്ട് തന്നെ എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ ഇൻ കോർ അറിയുന്നതും അല്ലെങ്കിൽ ഇവർ പറഞ്ഞതുമായിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ്. വർഷങ്ങളായിട്ടുള്ളതല്ല കേട്ടോ, റീസെൻ്റ്ലി ഒക്കെ ഉള്ളതും പിന്നെ ഇവർ പറയുന്നതും ഒക്കെ. അപ്പോൾ ഇത് പബ്ലിക്കിൽ ഇവരായിട്ടിട്ടതാണ്, ഞാനായിട്ട് കൊണ്ടുവന്നതല്ല. നമ്മളാരും യൂട്യൂബേഴ്സ് ഒന്നും കൊണ്ടുവന്നതല്ല. ഇവരായിട്ട് തന്നെ വീഡിയോ ഇടുന്നു, കേസ് കൊടുക്കുന്നു, ഇവരുടെ ലൈഫ് എങ്ങനെ സ്പോയിലായി, ഇതിൻ്റെ പാസ്റ്റൊക്കെ ഇവർ തന്നെ വിളിച്ചു പറയുന്നു. ഈ കണ്ടന്റ് പറഞ്ഞു തുടങ്ങുന്നതിന് മുന്നേ പറയുക, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മാത്രമല്ല, സജിനയുടെ ലൈഫിൽ സജിനയും ഫിറോസിൻ്റെ ലൈഫിൽ ഫിറോസും മാത്രമല്ല, നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ മക്കളുണ്ട്. ഇപ്പോൾ ഫിറോസ് ഖാൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ആദ്യ ഭാര്യയിലൊരു കുട്ടിയുണ്ട്, സജിനയിലൊരു കുട്ടിയുണ്ട്, സജിനയ്ക്ക് ആദ്യത്തെ റിലേഷനിലൊരു കുട്ടിയുണ്ട്, ഇപ്പോൾ ഫിറോസ് ഖാൻ കുട്ടിയുണ്ട്. അപ്പോൾ 3 കുട്ടികൾ ഇതിൽ ഇൻവോൾവ് ആണ്. നിങ്ങൾ ആ 3 സോളിനെ നിങ്ങൾ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യണം? അല്ലത് ഇങ്ങനെയുള്ള എല്ലാ മാതാപിതാക്കളും എസ്പെഷ്യലി ഇവര് നമ്മളൊരു ഏജിൽ മാക്സിമം എൻജോയ് ചെയ്തിട്ട് ബാക്കി നമുക്ക് ഉണ്ടായിട്ടുള്ള കുട്ടികൾ എന്തോ ആവട്ടെ എന്നുള്ള മൈൻഡിലാണ്. കാരണം അവർ സഫർ ചെയ്യും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അത് മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. ബിക്കോസ് വൺസ് ഇറ്റ് കംസ് ടു സോഷ്യൽ മീഡിയ ഇറ്റ് നെവർ ഗോസ്. ഒരു വട്ടം വന്നാൽ പിന്നെ അത് പോവില്ല, പിന്നെ അത് അവിടെ കിടക്കും. നിങ്ങളിനി എന്തൊക്കെ രീതിയിൽ ഇത് നിങ്ങളുടെ ഐഡൻറ്റിറ്റിയിലുള്ള സാധനങ്ങൾ അടിച്ചു കളഞ്ഞാലും ഏറ്റവും മൂലമായിട്ട് ഈ സാധനങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവും. ഇതങ്ങനെയാണ്. ഇത് മറ്റേ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടിട്ട് എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ബ്രഹ്മയുഗത്തിലെ മമ്മൂട്ടീൻ്റെ വീട് പോലെയാണ്, കയറിയ പിന്നെ ഇറങ്ങാൻ പറ്റില്ല ഈ ലൂപ്പിൽ നിന്ന്. അതുകൊണ്ട് മക്കളെ നിങ്ങളൊന്ന് ആലോചിക്കുക. എന്നിട്ട് മാത്രം നിങ്ങളുടെയൊക്കെ പാസ്റ്റ് ലൈഫിൽ നിങ്ങളൊക്കെ തമ്മിലുള്ളപ്പോൾ ഉണ്ടായിരുന്ന അവിഹിത, കുൽസിത, അപരാധ, കഴപ്പ് പരിപാടികൾ പുറത്ത് പറയുക. നമ്മൾ ഇട്ടിട്ട് പോകുന്ന ഒരു സിഗ്നേച്ചറാണ്, നമ്മൾ എത്ര തലമുറ കഴിഞ്ഞാൽ അത് അവിടെ ഉണ്ടാവും. അതെ. അപ്പോൾ എന്താണെങ്കിലും സജിന കുറേ വീഡിയോസ് 2-3 വീഡിയോ അപ്ലോഡ് ചെയ്ത് ഡിലീറ്റ് ആക്കിയ സീനൊക്കെ ആയിരുന്നു. ബട്ട് സ്റ്റിൽ ആ വീഡിയോസൊക്കെ സോഷ്യൽ മീഡിയയിൽ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ സജിനയോടും ഫിറോസിനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കും, എനിക്ക് പറയാനുള്ള പാർട്ട് എനിക്ക് പറഞ്ഞു പോയേ പറ്റൂ. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇതിൽ സംസാരിക്കാനുണ്ട്, അത് നമുക്ക് ആദ്യം നോക്കാം. ഞാൻ ലീഗലി മൂവ് ചെയ്തിട്ടുണ്ട്. A to Z കാര്യങ്ങൾ വെച്ചിട്ടൊരു ഫയൽ ചെയ്ത് ഞാൻ മൂവ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പേടിച്ച് ജീവിച്ചിട്ടുണ്ട്. ഈ നിമിഷം വരെ, ഈ കുറച്ച് മുന്നേ വരെ ഞാൻ പേടിച്ച് തന്നെയാണ് ജീവിച്ചത്. ഇന്നാളെ വ്യക്തിയെ വെച്ച് ഫിറോസിനെ പേടിച്ച് ഇവിടം വരെ. സജിന പോലീസ് കേസ് കൊടുത്തു എന്ന് പറഞ്ഞിട്ടാണ് ഇന്നലത്തെ വീഡിയോ തുടങ്ങുന്നത്. ഞാൻ ഈ വീഡിയോ കണ്ടു തുടങ്ങുമ്പോൾ ഈ പോലീസ് കേസിൻ്റെ കാര്യം ആ ഒരു പേപ്പറൊക്കെ ബുക്കി കാണിച്ചപ്പോഴേ എനിക്ക് സത്യം പറഞ്ഞാൽ കോമഡി തമാശയായിട്ട് തോന്നി. കാരണം എന്താ അറിയോ, കഴിഞ്ഞ ദിവസങ്ങളിൽ സജിനയും നമ്മുടെ റസൂൽ പൂക്കുട്ടിയും തമ്മിലുള്ള വിഷയം പബ്ലിക്കിലേക്ക് ഇട്ടത് സജിന തന്നെയാണ്. ഓക്കെ, അതാരും സ്പൈ ക്യാമറ വെച്ച് ഒളി ക്യാമറ വെച്ച് കണ്ടുപിടിച്ച് കൊണ്ടുവന്ന എക്സ്ക്ലൂസീവ് കണ്ടന്റ് ഒന്നും ആയിരുന്നില്ല. സജിനയായിട്ട് ലൈവ് ഇട്ടു, സജിനയായിട്ട് സ്റ്റോറി ഇട്ടു. റസൂൽ പൂക്കുട്ടി ആയിട്ടുള്ള കാര്യങ്ങൾ സജിനയായിട്ട് തന്നെയാണ് വാവിട്ട വർത്താനം പലരോടും ലൈഫിൽ പറഞ്ഞു നടന്നതും. ഇതൊക്കെ പുറത്ത് വന്നപ്പോൾ അവരൊക്കെ തമ്മിൽ പറഞ്ഞിട്ട് അതങ്ങോട്ട് ഫ്ലാഷായി. അതവിടെ നിൽക്കട്ടെ. അവിടെയും മീഡിയ ഇത് എക്സ്ക്ലൂസീവ് സ്പൈ വർക്ക് ചെയ്ത് സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തി കണ്ടുപിടിച്ച കാര്യമില്ല. ഫിറോസ് എന്ന് പറഞ്ഞ വ്യക്തി എൻ്റെ അറിവിൽ ഞാൻ കണ്ടിടത്തോളം എവിടെയും പബ്ലിക്കായിട്ട്
ഒരു ഇന്റർവ്യൂലോ എവിടെയും വന്നിട്ട് സജിന ഒരു റിലേഷൻ ഇങ്ങനെയാണ്, സജിന അങ്ങനെയാണെന്നൊന്നും പറയില്ല. സജിനയും പൂക്കുട്ടി, അതിൽ തന്നെ എസ്പെഷ്യലി പൂക്കുട്ടി, അയാൾക്ക് റസൂൽ പൂക്കുട്ടിയോടാണ് ദേഷ്യം. അയാൾ അതാണ് തീർത്തുകൊണ്ടിരുന്നത്. ഓക്കെ, പലപ്പോഴും പല വീഡിയോസിലും കൊള്ളിച്ചും കൊള്ളിക്കാതെയും പറഞ്ഞും പറയാതെയും ഫിറോസ് ഖാൻ പറഞ്ഞിട്ട് പോയതെല്ലാം റസൂൽ പൂക്കുട്ടിയെ കുറിച്ചാണ്. അവിടെ എവിടെയും സജിന ഈ പറഞ്ഞ ഫിറോസിന്റെ ലൈഫിൽ എന്ത് ഇമ്പാക്ട് ഉണ്ടാക്കി, ഇവർ തെറ്റാനുണ്ടായ കാരണം എന്താ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബന്ധത്തിലേക്ക് സജിന പോയിരുന്നോ എന്നുള്ളതിനെ കുറിച്ചൊന്നും ഒരു ഹിന്റ് പോലും ആരും കൊടുത്തില്ല. മാത്രമല്ല ബിഗിനിങ് ഇവരെ ഈ പ്രശ്നങ്ങളൊക്കെ സ്റ്റാർട്ട് മുതൽ ഇപ്പൊ വരെ സജിന കാരണം എന്നൊരു സാധനം പറഞ്ഞിട്ടില്ല. അപ്പൊ അത് ഒന്ന് സജിനയ്ക്ക് റെസ്പെക്ട് ചെയ്യായിരുന്നു. അത് റെസ്പെക്ട് ചെയ്തിരുന്നെങ്കിൽ സജിന ഈ കേസ് കൊടുത്തിട്ട് മിണ്ടാതിരിക്കും, സോഷ്യൽ മീഡിയയ്ക്ക് വരില്ലായിരുന്നു. അവിടെയാണ് എനിക്കിത് എവിടെയോ സജിന മേ ബി ഈ റസൂൽ പൂക്കുട്ടി എന്ന് പറഞ്ഞ സാധനം കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്റൻഷനലി ചെയ്തു എന്നുള്ളൊരു തോട്ട് എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം എന്തായാലും ഇത് നടക്കട്ടെ. സംഗതി കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. പിന്നെ നിങ്ങളായിട്ട് അത് ഡിലീറ്റ് ചെയ്തു. അത് മക്കളെ ആലോചിച്ചാണ് നിങ്ങളത് ഡിലീറ്റ് ചെയ്തതെന്നുള്ളത് എന്നോട് പേഴ്സണലി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐ അപ്രീഷിയേറ്റ്. മക്കളെ ആലോചിച്ചുകൊണ്ട് തന്നെ അല്ല, പറ്റിയത് പറ്റി, ഇനിയെങ്കിലും പറ്റാതിരിക്കുക, അത്ര എനിക്ക് പറയാനുള്ളൂ. പറ്റിയത് പറ്റി, ചെയ്തത് ചെയ്തു, ഇനിയും ചെയ്യാതിരിക്കുക. കുട്ടികളെ മനസ്സിൽ എപ്പോഴും വിചാരിക്കുക. ഓക്കെ, അടുത്തത് എൻ്റെ ലൈഫിൽ എൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്ത്, എൻ്റെ വീട്ടുകാരെ ഓർത്ത് എല്ലാം വെച്ച് ഞാൻ ക്ഷമിച്ച് നാണക്കേടാണ് നമ്മളിത് സോഷ്യൽ മീഡിയയിലൂടെ ഇടുന്നോറും എൻ്റെ കുഞ്ഞിനിത് ബാധിക്കും എന്ന് പേടിച്ചിട്ട് മാത്രം, എൻ്റെ റോവലിന് അവൻ്റെ പപ്പയെ ഇഷ്ടമാണ്, ആ ഒരു കാര്യം ഓർത്ത് മാത്രം, എൻ്റെ കുഞ്ഞിന് ബാധിക്കരുതെന്ന് മാത്രം ഓർത്ത് മാത്രം ഞാനിതെല്ലാം വെളി പറയാതെ മിണ്ടാതെ ക്ഷമിച്ച് കയറും തോറും തലേ കയറി എന്നല്ല, അതിനപ്പുറം കയറി എന്നെ ചൊരിയാൻ നിൽക്കുക. ഇനി എനിക്ക് പറ്റില്ല. ഈ മക്കളെ ആലോചിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും, ഒരാൾ മറ്റൊരാളെ തലയിൽ കയറി കഴിഞ്ഞാൽ മിണ്ടാതിരുന്നേ പറ്റൂ. മക്കളോട് സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇനി ആരൊക്കെ തലയിൽ കയറി എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഇത് മക്കളെ ആലോചിച്ചിട്ടോ അല്ലെങ്കിൽ ഒരാൾ വേറെ ആളെ തലയിൽ കയറിയ കേസോ അല്ല. ഇതിൽ ഭാര്യ ഭർത്താവൊന്നുമില്ല, രണ്ടാളും. ഇതിലെന്താ വിഷയം എന്നറിയോ? പിന്നെ എനിക്ക് മനസ്സിലായൊരു വിഷയം പറഞ്ഞത്, ഒന്ന് ഫിറോസ് ഖാൻ വന്നിട്ട് ഈ റസൂൽ പൂക്കുട്ടിയുടെ കേസ് പറയുമ്പോൾ സജിനയ്ക്ക് ഡെഫിനറ്റ്ലി ചോദിക്കാം, എൻ്റെ ലൈഫിൽ എനിക്ക് വേറെ ഒരാളെ തെരഞ്ഞെടുത്തൂടെ, അത് തെറ്റാണോ? പ്രത്യേകിച്ച് ബന്ധം വേർപെട്ട് നിൽക്കുന്ന സമയത്ത് സജിനയ്ക്ക് സജിനയുടെ ഓപ്ഷനാണ്. അതിൻ്റെ അകത്ത് പോയിട്ട് ഫിറോസ് ഖാൻ റസൂൽ പൂക്കുട്ടിയെ തെരഞ്ഞെടുത്തു കൂടാ, റസൂൽ കുട്ടി അങ്ങനെ ചെയ്തുകൂടാന്നൊന്നും പറയാനുള്ള വോയിസ് ആയിരിക്കില്ല. ഫിറോസ് ഖാൻ ഇല്ല, ദേഷ്യം വരുമായിരിക്കും. പക്ഷെ ആ ദേഷ്യത്തിന് കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് അതിന് റീസൺ കാണും. ആ റീസൺ ഒന്നില്ലെങ്കിൽ അയാൾ പുറത്ത് പറയണം, അത് പറഞ്ഞിട്ടുമില്ല. ഓക്കെ, അങ്ങേര് ദേഷ്യമുണ്ടെന്ന് കാണിക്കുന്നുണ്ട്, അതിൻ്റെ കാര്യങ്ങളൊക്കെ തൊട്ടില്ല എന്ന് പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ സജിനയ്ക്ക് അറിയാം ഇത് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞില്ലെങ്കിലും പേഴ്സണലി കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന ഇവരുടെ സർക്കിൾ അത് ഭയങ്കര വലുതായി. ഇവരൊക്കെ തമ്മിലുള്ള ബന്ധം, അതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ആളുകളൊക്കെ തമ്മിൽ നല്ല പരിചയമുള്ളതും നാളെ കാണേണ്ട മുഖങ്ങളുമാണ്. അപ്പം ഇന്ന് മീഡിയയിൽ പറഞ്ഞില്ലെങ്കിലും ഫിറോസ് ഖാൻ്റെ വായന ഇത് അവരിലേക്ക് എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നാളെ വേറൊരാളെ ഫേസ് ചെയ്യാൻ സജിനയെ എന്താണ് ഒരു മടി ഉണ്ടാവും. ഓക്കെ, അപ്പം അത് മനസ്സിൽ സജിനയ്ക്ക് എന്താണെങ്കിലും കാണും. ഈ ഫിറോസ് ഖാൻ്റെ കേസിലാണെങ്കിലും സെയിമാ. സജിന ഫിറോസ് ഖാനെ കുറിച്ചിട്ട് വേറെ ആരോടും പറഞ്ഞില്ല, സോഷ്യൽ മീഡിയയിലും പറഞ്ഞില്ല എന്നുണ്ടെങ്കിലും പേഴ്സണൽ സർക്കിളിൽ എന്ത് പറഞ്ഞിട്ടുണ്ടാവും, ഫിറോസ് ഖാന്റെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടാവും. അപ്പൊ ഫിറോസ് ഖാനും മനസ്സിലാതുണ്ട്, അവൾ എന്നെ കുറിച്ച് പേഴ്സണൽ സർക്കിൾ. അപ്പൊ ഇത് നിങ്ങളുടെ ഇൻസെക്യൂരിറ്റിയാണ്. ആ ഇൻസെക്യൂരിറ്റി വരുത്തി വെക്കാൻ കാരണവും നിങ്ങളൊക്കെ തന്നെയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കി. ഇതിൽ കുട്ടികളെ നിങ്ങൾ ആദ്യം മുതലേ ചിന്തിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്നും പറയും ചെയ്യും ഉണ്ടായിരുന്നില്ല. മനസ്സിലായോ? പിന്നെ എഗെയിൻ ഞാൻ പറയുന്നു, സജിനയ്ക്ക് റസൂൽ പൂക്കുട്ടിയായിട്ടൊരു റിലേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഐ കംപ്ലീറ്റ്ലി റെസ്പെക്ട്. നമ്മളത് ഒന്നും വന്നിട്ട് എന്താ ചെയ്യേണ്ട, അതൊരു മറ്റേതാ മറിച്ച ഒന്നും കാണേണ്ടിയും പറയേണ്ടിയും കാര്യമൊന്നുമില്ല. രണ്ട് ഇൻഡിവിജ്വൽസ്, ഗ്രോൺ അപ്പ് ഇൻഡിവിജ്വൽസ്, ഇഫ് ദേ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം, നമുക്ക് എന്ത് പ്രോബ്ലം? നമ്മളതിൽ തലയിടേണ്ട കാര്യമൊന്നുമില്ല. അവരുടെ ലൈഫ് അവർ പോട്ടെ, ദാറ്റ്സ് ഇറ്റ്. ഇനി അല്ല ആ പോകുന്നതിൽ ഫിറോസ് ഖാൻ എന്തെങ്കിലും പേഴ്സണൽ ലോസ് ഉണ്ടാക്കിയിട്ടാണോ പോണേ എന്നുള്ളത് ഫിറോസ് ഖാൻ പറയാത്തോടത്തോളം കാലം നമ്മൾ അതിൽ ഇടപെടേണ്ട കാര്യമുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല, ഒന്നുമില്ല. മനസ്സിലായില്ലേ? ആൻഡ് ഇപ്പൊ ഫിറോസ് ഖാൻ മാറി നിൽക്കുന്നു. എന്തുകൊണ്ട് ഫിറോസ് ഖാനിൽ നിന്ന് മാറിപ്പോയി എന്ന് സജിന ഈ വീഡിയോയിൽ പോകുന്നു പറയുന്നത്. അതായത് എന്താണ് കാരണം ഫിറോസ് ഖാനിൽ നിന്ന് മാറിപ്പോവാൻ? അവിടെ ഞാൻ കുട്ടികളെ കംപ്ലീറ്റ്ലി റെസ്പെക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ കുട്ടികളെ കാര്യം ആലോചിക്കുന്നു എന്നുള്ള സജിനയുടെ ആ ഒരു സംഗതി ഞാൻ ഒരിക്കലും ഞാനത് എൻഡോസ് ചെയ്യില്ല. വൈ? ബിക്കോസ് ഈ കുട്ടികൾക്ക് ആർക്കും ഈ അച്ഛനും അമ്മയും പിരിയാനുള്ള കാരണം അറിയില്ലായിരിക്കും. മേ ബി ഒരു 10-20 വർഷം കഴിഞ്ഞ് അവർ വലുതാവുമ്പോഴാവും അവർക്ക് ഇതിൻ്റെ ഒരു കാര്യകാരണം നിങ്ങളോട് ചോദിച്ചു വരിക. പക്ഷെ വെരി അൺഫോർച്ചുനേറ്റ്ലി ഇപ്പം അവർക്ക് അത്രയൊന്നും വളരണ്ട. ഈ ഉള്ള പ്രായത്തിൽ തന്നെ അമ്മ പറഞ്ഞതും അച്ഛൻ്റെ ഒരു റെസ്പോൺസ് എന്താണെന്നുള്ളത് നോക്കുമ്പോൾ തന്നെ ഇത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്ന പല സംഭവം എന്താ പറയുക, ഇത് പലതും ചെയ്തു വെക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ട് ഇനി ആരെങ്കിലും ചോദിക്കുകയോ ഒന്നുമില്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാലത്ത് മക്കൾ ചോദിക്കുകയോ ചെയ്യണതിന് വേണ്ടിയിട്ട്
പറയണ പോലെയാണ് ഇത് എൻ്റെ മക്കൾക്ക് വേണ്ടിയെന്ന് ആര് പറഞ്ഞാലും ഒരു 2 പേര് പറഞ്ഞാലും എനിക്ക് അങ്ങനെ പറയണതായിട്ട് തോന്നുന്നത്. ഇത് ഒരു കാര്യം പറയാം, 2 പേർക്കും മക്കൾ വലുതായി വന്നു കഴിഞ്ഞാൽ അവർ സത്യത്തിൽ നിങ്ങളെ പുച്ഛിക്കുകയുള്ളൂ. നിങ്ങൾ ഇനി എത്ര നോക്കിയതിൻ്റെ കണക്ക് പറഞ്ഞാലും, നിങ്ങൾ ആ കുട്ടികളെ എത്ര സ്നേഹിച്ചു എന്നുള്ള കണക്ക് പറഞ്ഞാലും, എൻഡ് ഓഫ് ദ ഡേ ആ കുട്ടികളുടെ മനസ്സിൽ തീർത്താത്ത മാറ്റാമായാത്ത ഒരു വലിയ മുറിവാണ്. സ്നേഹിച്ചതിനേക്കാളും കൂടുതൽ വേദനിപ്പിച്ചത് മറക്കാൻ ചാൻസ് വളരെ കുറവ്, ഭയങ്കര കുറവായിരിക്കും. കാരണം അവർക്ക് എന്താ പറയുക, അവർക്ക് ഇത് ഭയങ്കര അവരെ ഹോണ്ട് ചെയ്യുന്ന വിഷയങ്ങളാണ്. അപ്പോൾ സോ ഇനിയെങ്കിലും എനിക്ക് പറയാനുള്ളത്, ഇത് പറ്റി നിന്നു കഴിഞ്ഞു. ഇനിയെങ്കിലും എന്ത് ചെയ്യരുത്, പരസ്പരം ചളിവാരും. ഞാൻ ഭയങ്കരമായിട്ട് റെസ്പെക്ട് കൊടുത്തിരുന്ന 2 ആൾക്കാരാണ്. കാരണം എന്താ പറയുക, ഇവർ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ ഒരു കുറേ കാലത്തിന് ശേഷം അത്യാവശ്യം മെച്ചുവറായിട്ട് 2 പേര് പിരിഞ്ഞു പോയല്ലോ. അതിനുശേഷം പല വേദികളിൽ ഇവർ കാണുന്നു. ഇവർ പലരും നല്ല രീതിയിൽ കുട്ടികളുടെ മുന്നിൽ നമ്മൾ തന്നെ കണ്ട സമയത്തൊക്കെ ഞങ്ങൾ തന്നെ പറയുന്നുണ്ട് അടിപൊളി അല്ലെ, 2 പേരും അടിപൊളി. കാരണം അവര് കുട്ടികളിൽ നമ്മൾ കേൾക്കാറുണ്ട് നല്ല 2 ഫ്രണ്ട്സ് ആണ് പക്ഷെ ഇവര് കണ്ടതും കൂടി നമ്മള് കണ്ട അന്തം വിട്ട ആൾക്കാരാ. നമ്മളെ മുന്നിൽ വീണ്ടും നിങ്ങൾ വന്നിട്ട് ഈ പഴയ കണക്ക് ബാഗേജ് ഇതെടുത്ത് വെച്ച് പറയുമ്പോണ്ടല്ലോ, ലൈക്ക് ഡിസപ്പോയിന്റഡ് ആണ്. ഇത് ഞങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റ് ആണ്, എൻ്റെ ഫിറോസിൻ്റെയും. 2024 ഒക്ടോബർ 23 ഞങ്ങളെ മാരേജ് നടന്നത്. സജിനയ്ക്ക് പറ്റുന്ന ഏറ്റവും വലിയ ഫോൾട്ട് ഇതാണ്. ഒരു കാര്യത്തിൽ സംസാരിച്ച് വരുമ്പോൾ ക്യാമറേൻ്റെ മുന്നിൽ പറയുമ്പോൾ വെള്ളി കെട്ടും. 2024 കല്യാണം കഴിഞ്ഞെന്ന് ഇന്നലെ സജിന വീഡിയോയിൽ പറഞ്ഞ ഒരൊറ്റ കാരണം കൊണ്ട് എത്രയൊക്കെ കമൻറ്റ് വന്നിട്ടുണ്ട്, എത്ര പേര് പറഞ്ഞു അപ്പോൾ എത്ര കാലം പൊട്ടത്തിയാക്കി പറ്റിക്കായിരുന്നു, പൊട്ടന്മാരൊക്കെ ആയിരുന്നു നാട്ടുകാരെ, നിങ്ങൾ ബിഗ് ബോസ് പോയപ്പോൾ നിങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ലേ? ഇറ്റ് ഈസ് 2014. ഞാൻ ആ ഡോക്യുമെന്റിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ ഇത് എന്താണ്, ഒക്ടോബർ 2014 23 ഒക്ടോബർ 2014 നിങ്ങൾ കല്യാണം കഴിച്ച സർട്ടിഫിക്കറ്റിലുള്ളത്. നിങ്ങൾ പറഞ്ഞു വന്നപ്പോൾ അത് 2024. സജിന പറയുമ്പോൾ പലയിടത്തും വിഷയം അതാ, മനസ്സിൽ ആലോചിക്കുന്നതും പറയാൻ ഉദ്ദേശിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊന്നും വായിന്ന് വരുന്നത് വേറെ ഒന്നും. അത് തന്നെയാണ് നിങ്ങളെ പല ബുദ്ധിമുട്ടിലും സത്യം. അത് നിങ്ങളെ ഭയങ്കര സീനാണ്. നിങ്ങൾ ഇത്രയും ലൈഫിൽ നടന്നൊരു സംഭവത്തിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതെ വളരെ വലിയ സീരിയസ് ആയിട്ടുള്ള ഒരു മാറ്റർ പറയണം. അപ്പോൾ മുന്നും പിന്നും നോക്കാതെ ചിന്തിക്കാതൊക്കെയാണ് സംസാരിക്കുന്നത്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കാരണം ലൈഫ് മാറ്റർ ആണ് ഇവിടെ ജീവിത പ്രശ്നമാണ്. അപ്പോൾ അവിടെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡേറ്റിൽ ഒരു അംശം പോലും തെറ്റാൻ പാടില്ല. അപ്പോൾ ഡേറ്റ് തെറ്റി എഗെയിൻ നിങ്ങളുടെ വീഡിയോന് മുകളിൽ ചോദ്യങ്ങൾ വരികയാണ്. 2024 അപ്പോൾ 2023 നിങ്ങൾ പിരിഞ്ഞു എന്നുള്ള ന്യൂസ് പുറത്തു വന്നേ. ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് ബിഗ് ബോസ്. അതെ, അപ്പൊ നിങ്ങൾ എന്താണ് ഇത് എന്നുള്ള ചോദ്യം നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. പിന്നെ പോയിട്ട് അല്ല എന്റെ നാക്ക് പഴയെന്ന് പറഞ്ഞ നാട്ടുകാർ സമ്മതിക്കുമോ? ആൾക്കാരപ്പോ നാക്ക് പഴയാണെന്നേ പറയുള്ളൂ. അത് കഴിഞ്ഞ് മാരേജിന് സമയമായി, മാരേജ് കഴിഞ്ഞു. ഈ പുള്ളിക്കാരൻ എന്റെ ലൈഫിലോട്ട് വരുമ്പം എൻ്റെ കുഞ്ഞുണ്ട്, എൻ്റെ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കാം, സെക്കൻഡ് ഫാദർ ആണ്, പൊന്നുപോലെ നോക്കാം എന്ന് പറഞ്ഞു വന്ന വ്യക്തി 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് പയ്യെ എൻ്റെ കുഞ്ഞിനെ കാണാൻ വിടാൻ സമ്മതിക്കുന്നില്ല. ആദ്യത്തെ മാസം ആയതുകൊണ്ട് കുറച്ച് നാൾ എൻ്റെ വീട്ടുകാർ പറഞ്ഞു പുതുമുടി ആയതുകൊണ്ട് ഒന്ന് മാറ്റി നിർത്താം, കുഞ്ഞുങ്ങളെ ഞങ്ങൾ നോക്കാം, നിങ്ങൾ പോയി വന്ന് കണ്ടുകൊണ്ടിരിക്കുക, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കുഞ്ഞിനെ തന്നുവിടാന്ന് പറഞ്ഞു. ആദ്യത്തെ മാസം ആയപ്പോഴത്തേക്ക് കുറച്ച് കുഞ്ഞിൻ്റെ അടുത്ത് കുഞ്ഞിനെ കാണാൻ പോകുന്നതും കുഞ്ഞിൻ്റെ അടുത്ത് സംസാരിക്കുന്നതും എല്ലാം പയ്യെ ഗ്യാപ്പ് ഇട്ടിട്ട് വരുന്നുണ്ട്. അപ്പൊ തന്നെ ഞങ്ങളുടെ ലൈഫിൽ തുടക്കത്തിൽ തന്നെ ഒരു ചെറിയൊരു പ്രശ്നം മുളച്ചു കഴിഞ്ഞു ഈ ഒരു പ്രശ്നത്തിൽ. എന്നിട്ടും ഞാൻ സഹിച്ചു നിന്നു. കാരണം സെക്കൻഡ് മാരേജ് അല്ലേ, നാട്ടുകാരറിഞ്ഞാൽ എന്ത് ചെയ്യും, വീട്ടുകാരറിഞ്ഞാൽ എന്ത് ചെയ്യും, ആൾക്കാരുടെ മുന്നിൽ ഞാൻ എന്താണ്, എൻ്റെ 2ാമത്തെ മാരേജും അതും പ്രശ്നമായി എന്ന് പറയുന്നത് പേടിച്ച് തന്നെ സത്യം പറഞ്ഞാൽ പലതും അല്ലാതിരുന്നിട്ടുള്ളത്. ഓക്കെ, ആസ് യൂഷ്വൽ ഒരു ലൈഫിൽ ഭർത്താവിൽ നിന്ന് അനുഭവിക്കേണ്ട പ്രശ്നങ്ങൾ സഹിച്ച് ക്ഷമിച്ച് ഇരിക്കാനുള്ള കാരണം അത് പുറത്തു പറയാൻ പറ്റാത്തത് സമൂഹത്തിനോടുള്ള പേടി, വീട്ടുകാരോടുള്ള പേടി. യൂഷ്വൽ, വെരി യൂഷ്വൽ. ഓക്കെ, അപ്പോൾ ഞാനൊരു ചോദ്യം തിരിച്ചിപ്പോൾ ചോദിക്കാനുണ്ടെങ്കിൽ എനിക്ക് റിയലി ചോദിക്കാൻ തോന്നിയൊരു കാര്യമുണ്ട്. എത്ര കാലം സഹിച്ചു? എന്തിന് സഹിച്ചു? ഇപ്പം എന്തുണ്ടായി? ആ സഹിച്ചതിനൊക്കെ ഒരുമാതിരി ഒരു വിലയില്ലാത്ത രീതിയിലുള്ളൊരവസ്ഥയ്ക്ക് കാര്യങ്ങൾ എത്തിയില്ലേ? അപ്പോൾ ഇനി ഞാൻ എന്താ ഇങ്ങനെ ചെയ്യുന്നവരോടാണ് പറയുന്നത്, നിങ്ങൾ പബ്ലിക്കിൽ ഇതൊക്കെ വന്ന് ഇട്ട് കൊടുത്ത് ഇത് ഭയങ്കര പ്രശ്നമായി, 2 പേരുടെ ലൈഫും തൊലഞ്ഞു, കുട്ടികളുടെ ലൈഫും തൊലഞ്ഞിട്ട് പിന്നെ വന്ന് പറയരുത് സഹിച്ച കഥകൾ. പിന്നെ നിങ്ങൾക്ക് സഹിച്ച കഥ പറയാൻ ആദ്യം സഹിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ഒന്നിനെയും സഹിക്കാൻ നിൽക്കേണ്ട ആദ്യം പറയാ. ഇല്ലെങ്കിൽ ഇപ്പം അത് പറഞ്ഞ് സഹിച്ച കഥ പറയുമ്പോൾ നാട്ടുകാർ ചിരിക്കും. സഹിച്ചിട്ടുണ്ടാവും, നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും. പക്ഷെ എന്താ പ്രശ്നം എന്ന് അറിയൂ,
അതിന് റെമഡി ഇതായിരുന്നില്ല. അല്ല, ഇത് ഇപ്പോഴാണെങ്കിലും സഹിക്കുന്ന ആൾക്കാരൊക്കെ ചെയ്യേണ്ടത് ഇങ്ങനെ ഇത് സഹിക്കണില്ല, നിങ്ങൾക്ക് ബന്ധപ്പെട്ട ആരോടെയും പറയുക, അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കുക, ചെയ്യാതെ ഒരുപാട് കാലം സഹിച്ചു പോകുന്നു, പിന്നെ ചളി വാരി എറിഞ്ഞിട്ട് ഒരു കാര്യമില്ല. സഹിക്കാതിരിക്കാനുള്ള ഓപ്ഷൻസ് ഇഷ്ടംപോലെ ഉണ്ട്. ഇവിടെ കുടുംബ കോടതികളുണ്ട്, കൗൺസിലിങ്ങിന് ആൾക്കാരുണ്ട്, ഡിവോഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്, പോലീസ് ഉണ്ട്, എല്ലാം ഉണ്ട് ഇവിടെ. ഇപ്പം എന്താ പറയുക, ഇവര് ലൈഫ് എല്ലാവർക്കും ഒരു തമാശ കഥയും നമ്മളെ പോലുള്ള ആളുകൾക്കൊക്കെ കണ്ടന്റ് പൈസ അത്രേ ഉള്ളൂ. ഞങ്ങളൊക്കെ ഇത് ഇട്ടിട്ട് പരസ്പരം ഇരുന്ന് പൈസയാക്കി ഞങ്ങൾ പോവാണ്. നിങ്ങൾക്കാണ് പോണത്, നമുക്കൊന്നും പോവാല്ലോ ഇതിനകത്ത്. ഇങ്ങനെ ഇരുന്ന് കമൻട്രിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ ക്രിക്കറ്റ് മാച്ചും കണ്ട് സച്ചിന്റെ ഡ്രൈവ് ശരിയല്ല, വിരാട് കോഹ്ലിന്റെ കട്ട് ശരിയല്ല പറയുമ്പോൾ സച്ചിൻ എത്ര റെഡ്സ് ചെയ്തു, വിരാട് കോഹ്ലി ഇതിന് എത്ര എഫേർട്ട് ഇട്ടു എന്നുള്ളത് നമ്മൾ നോക്കാറില്ല. ഉണ്ടോ? അതെന്ന് ഇയാൾ എത്ര വീഡിയോ ഇട്ടു, എത്ര വീഡിയോ, അതെല്ലാവരും നോക്കുന്നത്. അത് ഇട്ട് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങോട്ട് വീഡിയോസ് വരികയാണ്. അപ്പോഴത്തേക്ക് 2 മാസമായപ്പോഴത്തേക്ക് പുള്ളിക്കാരന് ഞാനും എനിക്ക് പ്രഗ്നന്റ് ആയി. ആ സമയത്തും എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു, വേറൊന്നും കൊണ്ടല്ല, എൻ്റെ കുഞ്ഞിന് 2.5 വയസ്സേ ഉള്ളൂ. ആ സമയത്ത് എനിക്ക് രണ്ടാമതൊരു കുഞ്ഞെന്ന് പറയുമ്പം അവൾക്ക് കൊടുക്കുന്ന ഒരു കുറച്ചുകൂടെ ആയിക്കഴിഞ്ഞാൽ, ഒരു 5 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു കുഞ്ഞുണ്ടാവുന്ന എന്നുള്ളത് പറഞ്ഞാൽ ആ ഒരു സാധനമാണ്. അതും ഞാൻ പുള്ളിക്കാരൻ്റെ അടുത്ത് ആദ്യം പറയുന്നുണ്ട്. അപ്പൊ പുള്ളിക്കാരൻ അപ്പം പറഞ്ഞു, സച്ചിന എനിക്ക് എൻ്റെ മോളെ കിട്ടുന്നില്ല. അവിടുത്തെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് എനിക്ക് കുഞ്ഞിനെ കിട്ടുന്നില്ല, എനിക്ക് കുഞ്ഞിന്റെ മിസ്സിംഗ് ആണ്, എനിക്ക് കുഞ്ഞിനെ വേണം, അല്ലെങ്കിൽ ഞാൻ മെന്റലി കുറച്ച് ഡിപ്രഷനായി പോവും, അതുകൊണ്ട് എനിക്ക് വേണം എന്ന് പറഞ്ഞ് ലാസ്റ്റ് കുഞ്ഞെങ്കിൽ കുഞ്ഞാവാന്നുള്ളൊരു പ്ലാനിങ് ആയി. നെക്സ്റ്റ് മന്ത് തന്നെ കുഞ്ഞാവുന്നു, പ്രഗ്നന്റ് ആവുന്നു. കുഞ്ഞെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ തീരുമാനിക്കുകയാണ്, ഇന്ന് മത്തിക്കറി മതി കേട്ടോ, കുറച്ച് വറുക്കാൻ കുറച്ച് പൊരിക്കാം. ഇതുപോലെയാണ് കുഞ്ഞുണ്ടാക്കുന്നത്. ഇപ്പം ഞാൻ സത്യം മീൻ കറീനായിട്ട് ഇത് ഉപയോഗിക്കാൻ കാരണം എന്താ അറിയോ, രാവിലെ എണീച്ചിട്ട് എൻ്റെ വീട്ടിൽ അമ്മ പറയുന്നത് ഇന്ന് മത്തിക്കറി ഉണ്ടാക്കാറുണ്ട്. അമ്മ പോകുമ്പോൾ ഞാൻ പറയും എനിക്ക് മത്തി ഇഷ്ടമല്ല, എനിക്ക് അയില ഇഷ്ടം എന്ന് പറയും. എന്നിട്ട് മത്തി വന്നു കഴിഞ്ഞാൽ ഞാൻ ഇഷ്ടമല്ലാതെ മത്തി തിന്നുക, ഉണ്ടാക്കിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കഴിക്കുക. എന്നിട്ട് ലാസ്റ്റ് മത്തീനെ കുറ്റം പറയും. ഇത് അതുപോലെയാണ്, കുട്ടി ഉണ്ടാവാൻ താല്പര്യമില്ല. അല്ല, കുട്ടി ഉണ്ടാവാൻ ഇത് ആ കേൾക്കണ കുട്ടിക്ക് നിങ്ങൾ കൊടുക്കുന്ന ട്രോമ എത്രയാന്ന് മനസ്സിലായി. അതായത് കുട്ടീനാവാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല, പക്ഷെ എനിക്ക് ആ കുട്ടീനോട് എന്താ ശരിക്കും പറയണത്, എനിക്ക് താല്പര്യം ഇല്ലാതെയാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത് എന്നല്ലേ പറയണത്. അയ്യോ, ഒന്നും പറയാനില്ലേ. കാരണം എന്താ പറയുക, നിങ്ങൾ അറ്റ്ലീസ്റ്റ് ദയവ് ചെയ്ത് ഇനിയെങ്കിലും സംസാരിക്കുമ്പോൾ ഇതേപോലെ കുട്ടി ഉണ്ടാവാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല, താല്പര്യമില്ലാതെ ഉണ്ടായ കുട്ടിയാണ്, കാരണം ആ കുട്ടിയുടെ മനസ്സിലെത്തുമ്പോൾ അത് അങ്ങനെ കയറും. അല്ലാതെ അമ്മയ്ക്ക് ആ സമയത്ത് പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട്, അച്ഛനോടുള്ള സീന് കൊണ്ട് ഗർഭിണിയാവണ്ടെന്ന് അമ്മ വിചാരിച്ചാന്നൊന്നും ആ കുട്ടി തിങ്ക് ചെയ്യില്ല. എനിക്ക് സംശയം എന്ന് പറയുന്ന കാര്യം ഫിറോസിനെ ഇല്ലായിരുന്നു, ഒരു തരി പോലും. ഫിറോസ് എങ്ങനെയാണെന്നോ, ഫിറോസ് എന്താണ്, ഒരു തരി പോലും എനിക്ക് ഒരു സംശയമില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഫിറോസിന്റെ ഫോണിൽ എനിക്ക് രാത്രിയായപ്പോൾ ഒരു വെപ്രാളം പോലെ, ഒരു ശ്വാസം മുട്ടൽ പോലെ, എനിക്കറിയത്തില്ല അതെന്താണെന്ന് ആ സിറ്റുവേഷൻസ് അനുഭവിച്ചവർക്കറിയായിരിക്കും. ഒരു വെപ്രാളം പോലെ വന്നിട്ട് ഞാൻ 2 മണി സമയത്ത് ഞാൻ വെള്ളമൊക്കെ കുടിച്ചിട്ട് ഞാനൊന്ന് ചുമ്മാ പുള്ളിയെ വിളിക്കുക, കോൾ വെയിറ്റിങ്. അപ്പോഴേ കട്ട് ചെയ്തിട്ട് എന്നെ തിരിച്ചു വിളിച്ചു. പക്ഷെ ആര് ഈ സമയത്ത്? അപ്പൊ ഞാൻ ചോദിക്കുക, സ്വാഭാവികമായിട്ട് ഞാൻ ചോദിക്കുക, ആര് ഈ സമയത്ത്? അത് പുള്ളിയുടെ ഏതൊരു ഗൾഫിൽ നിന്നുള്ള കൂട്ടുകാരനാന്ന് പറഞ്ഞു. ഓക്കെ, എൻ്റെ മനസ്സിൽ ഒരു തരി പോലും പുള്ളിയെ സംശയമില്ല എനിക്ക്. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു വെച്ചെങ്കിലും ഉള്ളിലൊരു പിടപ്പുണ്ട്. ആരായിരിക്കും, എന്തിനാ വിളിച്ചത്? ഒരു സംശയത്തിന് എവിടെയെങ്കിലും ഒരു സാധനം ഇട്ടെങ്കിൽ എനിക്ക് അങ്ങനെ സാധനം പറയാം. എനിക്ക് ആ സമയത്ത് അങ്ങനെ പോലും ഇല്ല. പക്ഷെ എന്തുകൊണ്ടാന്ന് എനിക്കറിയത്തില്ല, എനിക്ക് ഭയങ്കര ടെൻഷൻ കയറി. അത് ആ വിളിക്കുന്നത് എൻ്റെ പഴയ, ഞാൻ ടാബ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, ആ ടാബിനകത്ത് ഈ സിം ഇട്ടേക്കുന്നത്. ആ ടാബിലാണ് ഫിറോസ് ഈ കോള് ചെയ്യുന്നത്. ഓക്കെ, രാവിലെ ആയപ്പം എനിക്ക് എന്തോ ഒരു പ്രശ്നം തോന്നി. ഞാൻ ചോദിച്ചു, ആരെയാ വിളിച്ചത്? അത് ഞാൻ തലേന്ന് പറഞ്ഞ ദുബായിൽ നിന്നാണ്, അടുത്ത ദിവസം പറയുന്നു ഖത്തറിൽ നിന്നാണ്, അല്ല ലണ്ടനിൽ നിന്നാണോ, അങ്ങനെ എന്തോ ഒരു സംഭവം. അത് മിസ്മാച്ച് ആയിട്ട് പറഞ്ഞു. അവിടെ എനിക്ക് സംശയം തോന്നി. ഞാൻ നേരെ അവരുടെ വീട്ടിൽ പോയി ടാബ് മേടിച്ച് ഞാൻ പറഞ്ഞു, എനിക്കെന്തോ സംശയം തോന്നുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് നിനക്ക് സംശയം, നീ എന്താ ഇങ്ങനെ കാണിക്കുന്നത്, നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുള്ളോ പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കി. ഞാൻ ഈ ടാബും കൊണ്ട് റൂമിലോട്ട് കയറിയിട്ട് ഈ ഫുള്ള് റെക്കോർഡിങ് ഓൾറെഡി ഉള്ളതാണ് ഈ ഫോണിൽ. ഇതിനകത്ത് ഫുള്ള് റിക്കവറി ചെയ്ത് ഞാൻ എടുത്തു. ഈ ടാബിൻ്റെ കാര്യങ്ങളെല്ലാം എനിക്കറിയാമെന്നില്ലേ, റിക്കവറി ചെയ്തെടുത്ത് ഞാൻ ആ സമയത്തും ടൈമിൽ ഞാൻ പ്രാർത്ഥിക്കുന്നത്, റബ്ബേ ഒരിക്കലും ഇതെന്റെ തെറ്റിദ്ധാരണയായിരിക്കണേ, ഞാൻ കാണിക്കുന്ന പുള്ളി ഭയങ്കര പ്രശ്നം, വെളിയിൽ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നു, വാണ്ടാന്നെല്ലാം പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നുണ്ട്.
അപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ സംശയം മാത്രമായിരിക്കണേ റബ്ബേ, ഇതൊരിക്കലും തെറ്റ് കാണല്ലേ, ഇതിനകത്ത് ഒരു തെറ്റും കാണല്ലേ, പുള്ളി എന്നെ ഒരിക്കലും ചതിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എൻ്റെ സംശയം തീർക്കാൻ വേണ്ടി മാത്രം, പുള്ളിയെ ഞാൻ തെറ്റുകാരനല്ലെന്നാക്കാൻ വേണ്ടിയിട്ട്, എൻ്റെ മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്ത കാര്യം. ഒരു പെണ്ണും കേൾക്കാൻ പറ്റാത്ത, ഒരു പെണ്ണും സത്യം പറഞ്ഞാൽ ആ വാക്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഫസ്റ്റ് ലൈഫ് ഇങ്ങനെ, അതിലൊരു കുഞ്ഞ്, രണ്ടാമത്തെ ലൈഫ് ഇങ്ങനെ, അതിനകത്ത് ഒരു കൈക്കുഞ്ഞ്, 3 മാസമുള്ളൊരു കുഞ്ഞ്. കേൾക്കുന്ന വാക്കുകൾ ഒരു പെണ്ണുമായിട്ടുള്ള സെക്ഷൽ സംസാരങ്ങൾ മാത്രം. ഒരു ഭാര്യ കേൾക്കുക, ഇത്രയും വൃത്തികേടായിട്ടുള്ള വാക്കുകൾ കേൾക്കുക. അവിടെ ഒരു ഇൻസിഡന്റ് നടന്നു. ആ സമയത്ത് എനിക്ക് പറ്റുന്നില്ല, എനിക്കറിയില്ല. അവിടെ ഇരുന്നൊരു ബ്ലേഡ് എടുത്ത് ഞാൻ കൈ ഭയങ്കരമായിട്ട് മുറിച്ചു. എനിക്ക് ജീവിക്കണ്ട, കാരണം ആ പാട് ഞാൻ മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ടാറ്റു ചെയ്തത്. നേരത്തെ ബിഗ് ബോസിന്റെ സമയത്ത് കറക്റ്റ് ആ പാടുണ്ടായിരുന്നല്ലോ. ഇത് കണ്ടോ, ഇതാണ് അവരുടെ ലൈഫിൽ ട്രിഗറിങ് പോയിന്റ്. ഫസ്റ്റ് ട്രിഗറിങ് പോയിന്റ്. ഓബിയസ്ലി സജിന പറഞ്ഞ കാര്യങ്ങളൊക്കെ അത്രയും വിഷമം ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളും റിയാക്ട് ചെയ്യും. അങ്ങനത്തെ ഒരു കാര്യം ഫിറോസ് ഖാന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയെന്നുള്ളത് ക്ലാരിറ്റി വരുത്തി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതായിരുന്നു ഫിറോസ് ഖാൻ ചെയ്യേണ്ട കാര്യം. നടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത്, കാരണം ഫിറോസ് ഖാന്റെ ഭാഗത്തുനിന്ന് ഇതിന്റെ ഒരു ക്ലാരിറ്റി ഫിറോസ് ഖാൻ എവിടെയും പോസ്റ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, ഞാനും ചോദിക്കാൻ പോയിട്ടില്ല കേട്ടോ, അത് വേറെ കാര്യം. കാരണം സജിൻ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ കൈ മുറിക്കേണ്ട ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ അതിനെക്കുറിച്ചുള്ള ക്ലാരിറ്റി ചോദിക്കാൻ പോകേണ്ട കാര്യമില്ല. കാരണം സജിനയ്ക്കായി വന്ന് ഇരുന്ന് കൈ മുറിച്ചതിന്റെ റീസൺ, കാരണം ഇവരുടെയൊക്കെ ഫാമിലി ഇത് കണ്ടറിഞ്ഞവരുണ്ടാവും, ഇത് വിറ്റ്നസ് ചെയ്ത ആൾക്കാരുണ്ടാവുമല്ലോ. സജിന നോണയാണ് ഈ സിറ്റുവേഷൻ പറയുന്നുണ്ടെങ്കിൽ അവർ ഒബിയസ്ലി വരും. ഫിറോസ് വന്നില്ലെങ്കിൽ അവർ വരും. ഇതിപ്പോൾ വീഡിയോ ഇട്ടിട്ടിപ്പോൾ ഏറെക്കുറെ 24 മണിക്കൂറായി, ഇതുവരെ ആരും റെസ്പോണ്ട് ചെയ്തിട്ടില്ല. അപ്പോൾ സോ ദാറ്റ് സിറ്റുവേഷൻ വിൽ ബി ദെയർ, സംഭവിച്ചിട്ടുള്ള കാര്യം തന്നെ ആയിരിക്കും. ആ കാര്യത്തിലൊക്കെ സജിനോട് ഒന്നും പറയാനില്ല. കാരണം നിങ്ങൾ അത്രയും ലൈഫിൽ സഹിച്ചത്, നിങ്ങളുടെ ട്രോമ, നിങ്ങളുടെ സങ്കടം. പക്ഷേ അതിനകത്ത് നിങ്ങൾ പറഞ്ഞ സംശയത്തിൻ്റെ എലമെൻ്റ് ഇല്ല എന്ന് പറയുന്നത് ഇതിനെയാണ് സംശയം എന്ന് പറയാം. ഒരു ഡൗട്ട് തോന്നുന്നത്. ഞാൻ പറയുന്നത് മോശം സംശയം എന്നല്ല കേട്ടോ. ഒരാളൊരു സിറ്റുവേഷനിൽ അങ്ങനെ ചെയ്തപ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ഇൻഡ്യൂഷൻ വന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് എ ഡൗട്ട്ഫുൾ തിങ്. ഒരു പാർട്ട്ണർക്ക് വേറെ പാർട്ട്ണറോട് തോന്നുന്നൊരു ഡൗട്ട് തന്നെയാണ്. അത് ഗുഡ് ഓർ ബാഡ്, അത് നിങ്ങൾ തമ്മിലല്ലേ. അല്ല, അതിപ്പോ ഇവര് പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ഒരു വോയിസ് ഉണ്ടായിരുന്നു, സംശയിച്ച കറക്റ്റ് ആണ്. അതിൽ പിന്നെ നമുക്കൊന്നും നോ അതർ കോൾസ്. അതിലൊക്കെ സജിന പറയുന്ന കാര്യങ്ങളോട് എൻഡോസ് ചെയ്ത് പോവാന്നല്ലാതെ വേറെ കാര്യങ്ങളില്ല. ഒരു 6 മാസം കഴിഞ്ഞപ്പം എറണാകുളത്തോട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നു. 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എറണാകുളത്ത് നിന്ന് വീണ്ടും വേറൊരു പെണ്ണിനെ വെച്ച് ഞാൻ പോക്കുക. ആ സമയത്ത് ആ പെണ്ണിനെ വിളിച്ച് ഞാൻ മെസ്സേജ് അയക്കുന്നു, ദേവി ഇത് നിങ്ങൾ എന്നെ ചതിക്കരുത്, എന്റെ ജീവിതം ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആ പെണ്ണിന്റെ കാല് പിടിച്ചു. ആ പെണ്ണ് കുറേ ഇയാളെ പ്രായി, ഇയാളെ മക്കളെ പ്രായി, അവള് പറയുന്നത് നിന്റെ കുടുംബം മൊത്തം നശിച്ചു പോകുന്നു പറഞ്ഞ് ഇയാളെ കുറെ പ്രാഗിയായിരുന്നു ആ പെൺകൊച്ച്. അത് കഴിഞ്ഞ് അതെല്ലാം സോൾവായി, നമ്മൾ ഫാമിലി പിന്നെയും ഹാപ്പി ആയിട്ട് പോകുന്നതിന് ശേഷം 6 മാസം ശേഷം നമ്മളൊരു ആ സിനിമ സെറ്റ് ഞാൻ പറയുന്നില്ല, ആ സിനിമ സെറ്റില് ഒരു ഇപ്പം ഫേമസ് ആയി നിൽക്കുന്ന ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ഒരു കോസ്റ്റ്യൂമർ ഡിസൈനറാണ്. ഞാൻ ആരാന്നൊന്നും പറയുന്നില്ല, അവരെ ആരെയും ഞാൻ എടുത്ത് വെളിയിലിടുന്നില്ല. ആ ഒരു സിനിമ സെറ്റിൽ വെച്ച് പരിചയപ്പെടുന്നു, നമ്മളും കണ്ടിട്ടുണ്ട്. അവിടെ നിന്നുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റുകളെ നമ്മൾക്കറിയാം. അവരെല്ലാം കൂടെ വിളിച്ചിട്ട് ഒരു ദിവസം എടുത്തോളൂ, സജിന ഫിറോസിനെ ഒന്ന് ശ്രദ്ധിച്ചോണേ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ കേൾക്കുന്നുണ്ടെന്ന്. ഞാൻ സ്റ്റക്കായി, ഞാൻ മിണ്ടയില്ല. ഞാൻ രണ്ടാമതും സ്റ്റക്കായി എനിക്ക് എന്താണെന്നുള്ളത് എനിക്കൊരു പിടുത്തമില്ലാതിരിക്കാം. അങ്ങനെ അതിനെക്കുറിച്ചുള്ള സെർച്ചിങ് എടുത്തു. അവരെൻ്റെ അടുത്ത് പറഞ്ഞു, ഈ സമയത്ത് ഒരു കോള് വന്നിട്ടുണ്ടെന്ന് പറയുന്നു. ആ സമയത്തുള്ള കാര്യങ്ങൾ എടുക്കുന്നു. നമ്മൾ കൊല്ലത്തോട്ട് വരുന്നു. കൊല്ലത്ത് വന്നപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ്റെ കൂട്ടുകാരനെ കാണാൻ വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി പോകുന്നു. പോയി കഴിഞ്ഞപ്പോഴും ഞാൻ ഓക്കെ കൂട്ടുകാരനെ കാണാൻ പോയില്ല. അപ്പോൾ എന്നെ വിളിച്ചിട്ട് എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കും, ഞങ്ങൾ പോകുന്നിടത്ത് റേഞ്ച് ഇല്ല എന്നൊക്കെ പറയുന്നു. ആ കൂട്ടുകാരൻ എൻ്റെ ഫ്രണ്ടായിരുന്നു. ആ പുള്ളിക്കാരൻ്റെ ഫോണിൽ പുള്ളിക്കാരനെ കിട്ടാത്തതുകൊണ്ട് ഞാൻ വിളിക്കുന്നു. പുള്ളിയുടെ ജിമ്മേറ്റ് ഫ്രണ്ടാണ്. അവരെല്ലാം പിന്നെ കാണും, അവർക്കൊക്കെ ഈ സത്യാവസ്ഥ അറിയാം. അവിടെ വെച്ച് അവർ സംസാരിക്കുമ്പോൾ ഈ കോൾ എന്നെ ആ ഷൂട്ടിംഗ് ലൊക്കേഷനിലുള്ള എൻ്റെ ആ ഫ്രണ്ട് കോസ്റ്റ്യൂമർ ഒരു പുള്ളിക്കാരി എന്നെ വിളിച്ച് പറയുന്നു, സജിന ഫിറോസും ഇന്ന ആളും കൂടെ ഭയങ്കര സംസാരം, മാറി നിന്ന് ചിരിയും കളിയും ഭയങ്കര കുറച്ച് സംഭവങ്ങൾ പറയുന്നുണ്ട്. ഫിറോസ് എവിടെയാണ്, നീ ശ്രദ്ധിക്കണേ എന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഫിറോസുകാരുടെ ഫോണിൽ അതിന് റേഞ്ച് ഇല്ലല്ലോ, ഫിറോസുകാരുടെ ഫോൺ അതിന് സ്വിച്ച് ഓഫ് അല്ലേ? എനിക്കറിയില്ല, പക്ഷെ ഫിറോസ് തന്നെയാണ് അവിടെ വിളിക്കുന്നത്. അവർ സംസാരിക്കുന്ന സംസാരങ്ങൾ ഭയങ്കരമാണ്. ഫിറോസ്ക്കാന്ന് വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നോക്കെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ ഞാൻ അവൻ്റെ ഫ്രണ്ടിൻ്റെ ഫോണിൽ വിളിച്ചു.
ഫോണിനെ വിളിച്ചപ്പം കോൾ വെയിറ്റിംഗ്. അങ്ങനെ അതും കുറേ പ്രശ്നങ്ങൾ വന്നു. കുറേ ഞാൻ പെട്ടെന്ന് ചുരുക്കമാണ്. കാരണം നിങ്ങൾ ഈ പറഞ്ഞത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എനിക്കൊരു ക്ലാരിറ്റി ഇതിൽ കിട്ടി. ഇതെവിടെ അവിടെ ഇവിടെ എത്താത്ത എന്തോ. അതായത് റേഞ്ച് ഇല്ലാത്ത സ്ഥലത്ത് ഫ്രണ്ടിന്റെ ഫോണിൽ നിന്ന് റേഞ്ച് ഉണ്ട് എന്ന് പറയുന്നു. ഈ ഒപ്പമുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റിനെ എങ്ങനെയാണ് അപ്പുറത്തുള്ള ലേഡി ഫിറോസ് ഖാനെയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഫോണിൽ. ഫിറോസ്ക എന്ന് പറഞ്ഞ് വിളിക്കുന്നത് കേക്കുണ്ട് എന്ന് പറയുന്നു. സംസാരിക്കണേന്ന് പറയുന്നു. പിന്നെ ഇവര് ഫിറോസ് ഖാന്റെ ഫ്രണ്ടിന്റെ ഫോണിലേക്ക് വിളിച്ചപ്പോ അത് കോൾ വെയിറ്റിംഗ് ആന്ന് പറയുന്നു. അത് കോൾ വെയിറ്റിംഗ് ആയാൽ അത് ഫിറോസ് ഖാന്റെ ഫ്രണ്ട് തന്നെ ആരെങ്കിലും വിളിച്ച് കോൾ വെയിറ്റിംഗ് ആണെങ്കിലോ ഇയാളെന്നെ ആവണമെന്നില്ലല്ലോ അല്ലെ. ഇതിനെന്താ പറയുക, ഈ പറഞ്ഞതിനോടൊന്നും എനിക്കൊരു ക്ലാരിറ്റി അല്ലേ ഉള്ളതായിട്ട് തോന്നുന്നില്ല. ഇവരെന്തെങ്കിലും സാധനം എടുത്തിടുമ്പോ കറക്റ്റ് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഇല്ലാതെ ഇത് ക്ലാരിറ്റി ഇല്ല. ആദ്യം പറഞ്ഞത് ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ അനുഭവിച്ചത് ഓക്കെ. ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു വട്ടം സംശയിച്ചു പിടിച്ചു, പിന്നീട് എല്ലാം ആഡ് ഓൺ ആവും. പിന്നെ ഓബിയസ്ലി സ്വാഭാവികമായിട്ട് അങ്ങനെ തന്നെയാണ്. എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും അതാണോ എന്നുള്ളൊരു സംശയം. വർക്ക്ഔട്ട് ആയ പോലത്തെ ഒരു ഐറ്റം എനിക്ക് ഇതിനോടൊരു ക്ലാരിറ്റി തോന്നിയില്ല. അടുത്ത കേൾക്കാം. ഇത് ഒന്നല്ലേ കുറെ ഉണ്ട്. ഫിറോസ് ഖാന്റെ ഒരു അവസ്ഥ ഞാൻ ആലോചിച്ച് നോക്കുന്നത്. മൂപ്പര് തീർന്നിട്ടുണ്ടാവും ഈ ഒരൊറ്റ വീഡിയോ കാരണം. ഇതിനകത്ത് എടുത്തോളം പറഞ്ഞു. അപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഒരു 30,000 രൂപ ചിലവിനായിട്ട് ഒരു 10,000-15 രൂപ പോയിട്ടുണ്ട്. ഡ്രസ്സിനും കുറച്ച് പൈസ എടുത്തിട്ടുണ്ട്. അതും പറഞ്ഞ് ഫിറോസ് അങ്ങ് ടോർച്ചറിങ് തുടങ്ങി. നിൻ്റെ വീട്ടുകാരെടുത്ത് നശിപ്പിച്ചു, നിൻ്റെ വീട്ടുകാർക്ക് നിൻ്റെ മൂക്ക് മറ്റേത് മറിച്ചതെന്ന് പറഞ്ഞ് എനിക്ക് ടോർച്ചറിങ് തരാൻ തുടങ്ങി. എന്നിട്ടും ഞാനിതെല്ലാം കഴിഞ്ഞ് ഞാൻ ഈ പൈസയൊക്കെ കൊടുത്തു. ഈ സമയത്തും നമുക്ക് മെൻ്റലി കുറച്ച് ഞങ്ങൾ ഭയങ്കര പ്രശ്നമാണ്. ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞു നിൽക്കുന്നു. പോട്ടെ, ഞാൻ അവിടുത്തെ കുഞ്ഞിന് വേണ്ടി പിന്നെയും സഹിക്കാം. പ്രോഗ്രാം വരുന്നു, ഞാൻ സീരിയലിൽ ചേർന്നു. സീരിയലിൽ കയറുമ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ സീരിയലിൽ തന്നെ ഇപ്പം സീരിയലിൽ എൻ്റെ കൂടെ നിൽക്കുന്ന ആൾ ടീമിനെല്ലാം മനസ്സിലാവും. ഒറ്റ എന്നൊരു മൂവി സമയത്ത് ഞാൻ ഈ പറഞ്ഞ പുള്ളിയെ ഞാൻ പരിചയപ്പെടുന്ന ആ സമയത്ത് അതിനകത്ത് ആ സിനിമയിൽ എൻ്റെ ഒരു കൂട്ടുകാരി പാടിയിട്ടുണ്ടായിരുന്നു. ആ പുള്ളിക്കാരിയുടെ ഒരു ഇതിനകത്ത് ഞാൻ കൂടെ പോയ സമയത്ത് ആ സമയത്ത് പുള്ളിക്കാരനെ ഒന്ന് കണ്ടിരുന്നു. ഞാൻ സാറെന്ന് പറഞ്ഞ് ഞാൻ നിന്നിട്ടുണ്ട്. അവിടെ ഞങ്ങൾ രണ്ടുപേരും കൂടെ നിന്ന് പുള്ളിക്കാരി പാട്ട് പറഞ്ഞ് ഞാൻ മിണ്ടിയിട്ട് പോലുമില്ല പുള്ളിക്കാരനടുത്ത്. അവിടെ നിന്ന് ഇറങ്ങിയപ്പം എന്നെ ആ ഒരു ക്യാരക്ടറിന്, അതായത് ലാസ്റ്റ് സ്കെഡ്യൂൾ ഒരു ആ സിനിമ കാണുന്നവർക്കറിയാം, അവസാന സ്ക്രീനിൽ ഞാനൊരു ഹെയർ ഹോസ്റ്റസ് ആയിട്ട് നമ്മൾ വന്നിട്ടുണ്ട്. അപ്പം ആ ഒരു അതായത് ഇൻഡിഗോടെ അല്ല, ഹെയർ ഇന്ത്യയോ ഹെയർ എക്സ്പ്രസ്സോ അതിൻ്റെ എന്നാണ്ടൊരു എയർ ഹോസ്റ്റസ് ആയിട്ട് ചെയ്യാനായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് എന്നെ വിളിച്ചപ്പം എന്നെ വിളിക്കുന്നത് കോൺടാക്ട് ചെയ്യുന്നത് അവൾക്ക് മെസ്സേജായിട്ട് അവളുടെ കയ്യിൽ ആ സ്ക്രീൻഷോട്ട് ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക്, അവൾ നാട്ടിൽ വരട്ടെ, നാട്ടിൽ വന്ന ഉടനെ അതിൻ്റെ സ്ക്രീൻഷോട്ടും ഡേറ്റും എല്ലാം ഞാൻ കാണിച്ചു തരാം, ആ ഇയർ കാണിച്ചു തരാം. അന്നേരം പുള്ളി ചോദിക്കുന്നു, ആ കൂടെ വന്ന കുട്ടിക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ടോ, ഇങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഒരു ക്യാരക്ടർ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറയുന്നു. എൻ്റെ നമ്പർ കൊടുക്കുമെന്ന് ചോദിക്കുന്നു. അപ്പം ഞാൻ പറയും, എടി നീ കൊടുത്ത് അയച്ചേക്ക്, നീ അയക്കും. ഞാൻ അങ്ങനെയാണ്, കാരണം ഇതിൻ്റെ സമയത്ത് ഞാൻ ഡിപ്രഷൻ അടിച്ച് കുറേ പ്രശ്നങ്ങളിൽ നിൽക്കുകയാണ് ഞാൻ. അപ്പം ഞാൻ നീ കൊടുത്തേക്കെന്ന് പറയുന്നു. അവളാണ് ഈ നമ്പർ കൊടുക്കുന്നതും. ആ സിനിമയുടെ സമയത്താണ് ഞാൻ പുള്ളിയെടുത്തൊന്ന് സാറിന് വിളിച്ച് സംസാരിക്കുന്നത്. അതിനുശേഷം ലൈഫിലുണ്ടായ പ്രശ്നങ്ങളോട് നല്ല ഫ്രണ്ട്ഷിപ്പായി. ആ സാധനമാണ് ഈ 4 വർഷം മുന്നേ 10 വർഷം മുന്നേ ഞാൻ എൻ്റെ ജീവിതം തകരാൻ ഈ പുള്ളി കാരണമാണെന്നുള്ള സാധനം സ്ക്രിപ്റ്റഡ് ഉണ്ടാക്കിയത്. എനിക്ക് വയ്യ, ദയവ് ചെയ്ത് ഈ പ്രശ്നങ്ങളും കൂടെ ആ മനുഷ്യൻ, നമ്മളൊരു ഹെൽപ്പ് ചെയ്യുന്ന ഒരു മനുഷ്യൻ, നമ്മൾ ഒരു ബാക്ക് ബോണായിട്ട് നിൽക്കുന്ന ഒരാളിനെ വലിച്ച് കീറി കൊന്ന് ഇത്രയും ഒരു നികിഷ്ടമാക്കി വെച്ചത്, പ്ലീസ് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയരുത്. ശരിയാ, എൻ്റെ കയ്യിൽ നിന്ന് കുറേ തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. ഞാൻ തെറ്റ് പറ്റിയിട്ടില്ലെന്ന് പറയുന്നില്ല. ഞാനും ഒരു വീഡിയോ ഒക്കെ ഇട്ട് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ടല്ലോ, അതിനാണ് ഇത് വിവാദമായെന്ന് പറയുന്നു. പക്ഷേ അതിനു മുന്നേ എന്നെ ഇതിങ്ങനെ ഇയാൾ പീഡിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പൊ ഇത് പറയുന്നത് റസൂൽ പൂക്കുട്ടിയെ പരിചയപ്പെട്ട കഥയാണ്. റസൂൽ പൂക്കുട്ടിയെ പരിചയപ്പെട്ട് അതിൻ്റെ കാര്യങ്ങൾ പുറത്തു വിട്ടത് സജിനയാണ്. സജിന റസൂൽ പൂക്കുട്ടീൻ്റെ വിഷയം പുറത്തു വിട്ടപ്പോൾ ഓബിയസ്ലി അതിനു മുമ്പുള്ള സാഹചര്യങ്ങളിൽ പല സ്ഥലങ്ങളിൽ പല സമയങ്ങളിലായിട്ട് റസൂൽ പൂക്കുട്ടിയുടെ പേര് പറയാതെ ഫിറോസ് ഖാൻ പല രീതിയിലുള്ള റിയാക്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ജനങ്ങൾ പൊട്ടന്മാരല്ലോ, ഇത് ഓരോന്നും കറക്റ്റ് വാച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ആൾക്കാർക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും, പിടിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ ആളുകൾ എന്താ വിചാരിക്കുക, ഇത്രയും വർഷം നിങ്ങൾ ഒന്നിച്ചു നിന്നു, പെട്ടെന്ന് നിങ്ങൾ പിരിഞ്ഞു എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് നിങ്ങൾ തന്നെ വന്നിട്ട് നിങ്ങളുടെ ലൈഫിൽ ഒരാളുണ്ട് എന്ന് പറയുന്നു. ആ ഉണ്ട് എന്ന് പറഞ്ഞ ആളോട് തീർത്താ തീരാതെ വൈരാഗ്യവും കണ്ടാ കൊല്ലും എന്നുള്ള ദേഷ്യമായിട്ട് നിങ്ങളെ എക്സ് ഹസ്ബൻഡ് നടക്കുന്നു. അപ്പോൾ നാട്ടുകാരെന്താ വിചാരിക്കണ്ടേ, ഇയാളാണ് പ്രശ്നക്കാരെന്നുള്ളത്. എക്സ് ഹസ്ബൻഡ് കൊല്ലാൻ നടക്കുക, നിങ്ങളിത് റിവീൽ ചെയ്യുക, ഈ പരസ്പരം ഉള്ള ദേഷ്യമൊക്കെ കാണുമ്പോൾ ഇനി അയാളെങ്ങാനും ജീവിതത്തിൽ കയറി വന്നതാണോ ഇവർ പിരിയാനുള്ള കാരണം എന്ന് ലോകത്തുള്ളവർ ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ക്വസ്റ്റ്യൻ അല്ലേ. ആണെന്നോ ആണോ എന്ന് പറഞ്ഞാലും ആ ക്വസ്റ്റ്യൻ റെലവെന്റ് അല്ലേ, അതിന് ഉത്തരം പറയണ്ടേ? അതിന് ഉത്തരവല്ല. നമ്മൾ ആരുമല്ല. അതെ,
നിങ്ങൾ രണ്ടുപേരും നിങ്ങളിട്ട പോസ്റ്റുകളും നിങ്ങളിട്ട നിങ്ങളുടെ എന്താ പറയുക റിവീലിംഗ് റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് റിവീലിംഗ് സാധനങ്ങളുമാണ് അതിന് കാരണം. മനസ്സിലായോ? അപ്പം അതിലൊന്നും നാട്ടുകാർ ചോദിക്കുന്ന ചോദ്യത്തിലേക്കോ ആ വ്യക്തിയിലേക്ക് പോകുന്ന ഈ വിരൽ ചൂണ്ടുന്ന സാധനത്തിലേക്കോ അതിലൊന്നും നാട്ടുകാരെ കൊണ്ടുപോയിട്ടിട്ട് നിങ്ങൾക്ക് കാര്യമില്ല. അപ്പം ഞാനത് പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ്. ഈ കാറിൻ്റെ വിഷയത്തിൽ ഞാൻ ഇടപെട്ട് ഞാൻ അതിൻ്റെ കാര്യങ്ങൾ സംസാരിച്ച സമയത്ത് എന്നെ ഏതെങ്കിലും രീതിയിൽ അടിക്കണം എന്ന് പറഞ്ഞിട്ട് ആ വ്യക്തി, അല്ലെങ്കിൽ എന്നെ ഏതെങ്കിലും രീതിയിൽ കോൺടാക്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആ വ്യക്തി വരേണ്ട കാര്യം എന്താണ്? മനസ്സിലായില്ലേ? അതും തന്നെ ഇപ്പം എനിക്ക് വായിച്ചെടുക്കാൻ പറ്റില്ലേ? മനസ്സിലായി? ഞാൻ ഞാൻ പറയുന്നു, ഞാൻ അങ്ങനെ വീഡിയോ ചെയ്തത് കൊണ്ടായിരിക്കണം ആ വ്യക്തി അങ്ങനത്തെ ഒരു മൂവിന് നോക്കിയത്. എനിക്ക് പ്രശ്നമല്ല, അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യില്ല. കാരണം നമ്മൾ എത്രയോ വീഡിയോ ഇട്ടിട്ട് പോകണത്, അതിൽ എത്രയോ പേർക്ക് നമ്മളോട് ദേഷ്യം കാണും, പേഴ്സണൽ ഗ്രഡ്ജ് കാണും, ഒക്കെ ഉണ്ടാവും. അതൊന്നും എൻ്റെ മാറ്ററല്ല. ബട്ട് എൻഡ് ഓഫ് ദ ഡേ റിലേഷൻ റിവീൽ ചെയ്തത് നിങ്ങളാണ്. ആ റിവീൽ ആയ സമയത്ത് ആ വ്യക്തി ആരാണോ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലുള്ള വ്യക്തി, ആ വ്യക്തിയോട് ദേഷ്യമുണ്ട് അല്ലെങ്കിൽ ആ വ്യക്തിയെ തീർക്കണം എന്നുള്ള മൂഡിൽ ഇവിടെ ഇതിന് മുമ്പേ സംസാരിച്ചിട്ടുള്ളത് നിങ്ങളുടെ എക്സ് ഹസ്ബൻഡാണ്. സോ ഇതെല്ലാം കൂട്ടി വായിച്ച നാട്ടുകാർ ലാസ്റ്റ് ഇത് മറ്റതാണേ. ഏത് ഒരാൾ മറ്റേ കതിനുണ്ടാക്കും ചെയ്തു, ഒരാളത് പൊട്ടിക്കും ചെയ്തു, കണ്ടു നിന്നോൻ്റെ എതിരെ കേസ് എടുത്തു എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ്. ശബ്ദം കേട്ട എല്ലാവർക്കും കേസ് എന്ന് പറഞ്ഞ പോലെ അവസ്ഥയായി പോയി. ആദ്യ ഭാര്യയെ പുള്ളിക്കാരൻ ഡിവോഴ്സ് ചെയ്തിട്ടില്ല. എന്നെ പറ്റിച്ചാണ് ഇയാൾ മാരേജ് ചെയ്തേക്കുന്നത്. അന്ന് ഞാൻ ആദ്യം പറഞ്ഞതിനകത്ത് പറയുന്നുണ്ട്, ആദ്യ സമയത്ത് ഇയാൾക്ക് ഈ മതങ്ങളെ വിശ്വാസമില്ല എന്ന് പറയുന്ന കാരണം പള്ളിയിൽ പോയി നമ്മൾ ഇത് അന്വേഷിക്കുമ്പോൾ പള്ളിയിൽ പറയും ഡിവോഴ്സ് ആയിട്ടില്ല, ഇവരുടെ ഡിവോഴ്സ് ആയതിനു ശേഷം അടുത്ത് നമുക്ക് നിക്കാതെ നടത്താമെന്ന് പറയും. അത് മറച്ചു വെച്ചിട്ടാണ് ഇവരെല്ലാം നമ്മൾ ഈ കല്യാണം എന്ന് പറഞ്ഞാൽ ഈ രജിസ്റ്റർ മാരേജ് എന്ന് പറഞ്ഞ സാധനം ചെയ്യുന്നത്. രജിസ്റ്റർ മാരേജ് അവർ ചെയ്തിട്ടില്ലായിരിക്കാം മേ ബി, അതുകൊണ്ടായിരിക്കുമല്ലോ എനിക്ക് രജിസ്റ്റർ മാരേജ് ചെയ്തത്. ഈ സാധനം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അറിയുന്നു ഇയാൾ ആ വൈഫിന് പോലും ഡിവോഴ്സ് കൊടുത്തിട്ടില്ല. ആദ്യത്തെ വൈഫിന് 200 പവനോളം അയാളുടെ അടുത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. അയാൾ ആഡംബര ജീവിതത്തിന് വേണ്ടി അയാളെ കല്യാണം ആഡംബരമായിട്ട് നടത്തിയത് 19 പവൻ എടുത്തിട്ട് ഇയാൾ ആ സ്വർണം കൊണ്ടുവന്ന ഉടനെ തന്നെ അടുത്ത ദിവസം വിൽക്കുന്നു. അതിൻ്റെ തെളിവുകളും കാര്യങ്ങളും എല്ലാം പുള്ളിക്കാരിയാണ്. പുള്ളിക്കാരിയും ഇതുപോലെ ഓർത്തഡോക്സ് ഒരു ഫാമിലി, ഒരു ഭയങ്കര ഒരു റെപ്യൂട്ടഡ് ഫാമിലിയിലുള്ള ഒരു പുള്ളിക്കാരിയാണ്. അവരും ഇവനെ പേടിച്ചാണ് ജീവിക്കുന്നത്. കാരണം ഇവൻ ഒരു മീഡിയയിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ ആയതുകൊണ്ട് ഇവൻ എന്ത് പറയുന്നോ അവർക്ക് മീഡിയയിൽ വരാൻ താല്പര്യമില്ല. അപ്പം മീഡിയയിൽ വന്ന് പറയുമ്പം മീഡിയയിൽ പറയുന്ന ആൾക്കാർ അതാ വിശ്വസിക്കത്തുള്ളൂ, ആൾക്കാരെല്ലാം വിശ്വസിക്കുന്നുണ്ട്. അവരും പേടിച്ചാണ് ജീവിക്കുന്നത്. അവർ നമ്മൾ സംസാരിച്ചപ്പം ഏകദേശം ഞാൻ അനുഭവിച്ച അതേ പീഡനമാണ് അവരും അനുഭവിച്ചിട്ടുള്ളത്. ആ ഒരു കുഞ്ഞിനിപ്പം 17 വയസ്സായി. ആ കുഞ്ഞിനെ പോലും ഒരു തരി സ്വർണം ഏതോ വീഡിയോയിൽ ഇട്ടെന്നുള്ളത് അറിയാം, ഏതോ ഒരു വീഡിയോയിൽ വന്നിട്ടുണ്ട്, ഒരു തരി സ്വർണം പോട്ടെ ഒരു തരി മുട്ടായി മേടിച്ചു കൊടുക്കട്ടെ അവന് ഒരു ചെലവിന് പോലും കൊടുത്തിട്ടില്ല. ഫിറോസ് ഖാന്റെ പാസ്റ്റ് ലൈഫ് അതാണ് പറഞ്ഞത് ഇപ്പൊ സജിന. അതായത് ആദ്യത്തെ ഭാര്യ, അതിൽ കുട്ടി, അതിലുണ്ടായ കോംപ്ലിക്കേഷൻസ്. ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറയാം. എനിക്കൊന്ന് ഡാനിയോ അല്ലെങ്കിൽ അതിലിട്ട വീഡിയോനകത്താണ് തോന്നുന്നു ഫിറോസ് ഖാൻ്റെ ആദ്യ ഭാര്യയായിട്ടുള്ള വിഷയങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? അപ്പോൾ എനിക്ക് ഓബിയസ്ലി ഈ ആദ്യ ഭാര്യ എന്ന് പറഞ്ഞ വ്യക്തിയായിട്ട് ഞാൻ കണക്റ്റഡാണ്. എങ്ങനെ കണക്റ്റായി? ഞാൻ തപ്പി കണ്ടുപിടിച്ചൊന്നുമല്ല. അവർ നമ്മളെടുത്ത് വന്ന് കാര്യങ്ങൾ സംസാരിക്കുക. കാരണം അവർ അങ്ങനെ ഭയങ്കര സീരിയസ് സാധനങ്ങളല്ല, അവരവരുടെ എന്താ പറയുക ഡേ ടു ഡേ ലൈഫിൽ വീഡിയോ കാണുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് മെസ്സേജ് അയച്ച് അങ്ങനെ സംസാരിച്ച കാര്യങ്ങൾ, അതിലൊന്നും കാര്യമായിട്ടൊന്നുമില്ല. അപ്പം ഞാൻ പറയുമ്പോൾ എന്താ പറയുക, നിങ്ങൾ ഈ അറ്റ്ലീസ്റ്റ് നമ്മളോട് വന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് പബ്ലിക്കിൽ വരാൻ താല്പര്യമില്ലേ? നിങ്ങൾക്കിതൊന്നും പബ്ലിക് ആക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരോടും പറയാതിരിക്കുക. മനസ്സിലായോ? ഇങ്ങനെയുള്ള ആൾക്കാരോടാണ് പറയുന്നത്. നിങ്ങൾക്ക് പബ്ലിക്കിൽ വന്ന് പറയാനോ അല്ലെങ്കിൽ പബ്ലിക്കിലേക്ക് കൊണ്ടുവരാനോ താല്പര്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ദയവേത് കൊണ്ടുവരാതിരിക്കുക, അല്ലെങ്കിൽ ആരോടും പോയി പറയാതിരിക്കുക അറ്റ്ലീസ്റ്റ്. അല്ല, ഇങ്ങനത്തെ വിഷമം അത് ഒരുപാട് സങ്കടങ്ങളും പ്രശ്നങ്ങളും സഹിച്ചിരിക്കണമെങ്കിൽ സഹിച്ചിരിക്കണം എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. പറയേണ്ട സ്ഥലത്ത് പറയേണ്ട ആളുകളോട് പറയണം. മനസ്സിലായോ? അതായത് കറക്റ്റ് ടൈം, ഇതിനൊരു ടൈമുണ്ട്, ഒരു സ്ഥലമുണ്ട്, ഒരു വ്യക്തിയുണ്ട്. ഇതൊക്കെ നമ്മൾ ചൂസ് ചെയ്തിട്ട് വേണം നമ്മളെ വിഷമങ്ങൾ നമ്മൾ പറയാൻ. സന്തോഷം ആരോട് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പറയാം. പക്ഷെ സങ്കടങ്ങൾ അങ്ങനെയല്ല. അത് പറയാനും പ്രശ്നങ്ങൾ പറയാനൊക്കെ നമ്മൾ സമയവും സന്ദർഭവും ആളെയും നമ്മൾ ശരിക്കും നോക്കിയിട്ട് വേണം പറയാൻ. ഈ പണി പാടും. മനസ്സിലായില്ലേ? അപ്പം അങ്ങനത്തെ സാധനങ്ങളൊക്കെ പബ്ലിക്കിൽ വന്നിട്ടുണ്ടെങ്കിൽ അതും ആരുടെ കാരണം കൊണ്ട്? അതും നിങ്ങളൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടാണ്. നിങ്ങൾ സ്വയം എന്ത് ചെയ്യുക, അത് നിങ്ങളെ പ്രശ്നം എന്ന് പറയുക. ഇപ്പോൾ സജിന വന്നിട്ട് ഈ വിഷയങ്ങൾ പറയുമ്പോൾ എനിക്കറിയാം ഇത് ആദ്യ ഭാര്യയ്ക്ക് പ്രശ്നമാണ്, അവർക്കിത് സീനാണ്, അവരിതൊക്കെ തീർത്ത് വിട്ടൊരു സൈഡിൽ കൂടി പോയൊരാളാണ്. പോണ വഴിക്ക് അവരെ വലിച്ചിട്ടു. അവർ വലിച്ചിടാൻ കാരണമുണ്ട്. പോണ വഴിക്ക് അവരങ്ങനെ പോയതല്ല. ഈ അടുത്തായിട്ട് അവർ ഇതേപോലെ പലരും റീച്ച് ചെയ്തു, അതും പ്രശ്നമാണ്. ഇതൊക്കെ എന്താ പറയുക, ഇത് ലൈഫ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഞാൻ ഭയങ്കര നന്നായിട്ട് പോകാമെന്ന് വിചാരിച്ചു. എൻ്റെ ലൈഫിലൊരു പ്രശ്നമില്ല, ഞാൻ അങ്ങനെ വെറുതെ ഇരിക്കണ കരുതി ഇതിന് ശേഷം വള്ളി പിടിക്കണമല്ലോ, ഞാൻ ഇപ്പോൾ വെറുതെ ഇരുന്നിരിക്കും, എൻ്റെ സുഖമില്ല, കുറച്ച് കോൺട്രവേഴ്സി വരട്ടെ, കുറച്ച് മനസ്സമാനം പോട്ടെ, ഇങ്ങനെ വിചാരിച്ചാൽ പോവും.
പോവും, മനസ്സമാനം പോകണമെന്ന് വിചാരിച്ചാൽ പോകും. ഇപ്പോൾ ഞാൻ വെറുതെ ഇരിക്കുന്ന സമയത്ത് റോട്ടിക്ക് നോക്കിയിട്ട് ഒരു കല്ലെടുത്തോടെ അറിയാം, ഏതെങ്കിലും ഒരുത്തിൻ്റെ തലയിൽ പോയി വീണു. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ, ആ വീണോ വല്ല തലയ്ക്ക് പ്രശ്നമുള്ള ഏതെങ്കിലും അസുഖമുള്ള ഒരാളും കൂടി ഇറങ്ങി കഴിഞ്ഞു. അല്ലെങ്കിൽ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് എന്താ പറയുക സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനാ പ്രയാസം, മറ്റത് പിടിക്കാൻ ഒരു പണിയില്ല, വള്ളി എങ്ങനെ പിടിക്കുക. ഇത് ടാർസൻ ലൈഫാണ് ഇവരൊക്കെ. ഒന്ന് കഴിഞ്ഞാൽ അടുത്ത വള്ളിമേക്ക് ചാടി പോവാണ്. ഇവൻ കാണിച്ചു കൂട്ടുന്ന പ്രോകൃതം ഞാൻ അതും കൂടെ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരു കാര്യം വിവരം പറഞ്ഞിട്ടുണ്ട്, അതിന്റെ സത്യാവസ്ഥ ഞാൻ വിളിച്ചു തിരക്കിയിട്ടുണ്ട്. പക്ഷേ അതൊരു മൈനർ കേസാണ്. ഒരു 17 വയസ്സ് സ്വന്തം മകളുടെ പ്രായമുള്ള ഒരു കുഞ്ഞിനെ ഒരു ഹോട്ടലിൽ കൊണ്ട് ഇവൻ കൊണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ആ കുഞ്ഞിനെ പ്രേമമെന്ന് പറഞ്ഞ് നടിച്ചിട്ട് ആ കുഞ്ഞിനെ ഭയങ്കരമായിട്ട് ആ കൊച്ചു കുറേ ഗിഫ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പേരോ ഡീറ്റെയിലോ ഒന്നും ഞാനിവിടെ പറയുന്നില്ല, അതൊരു മൈനറാണ്. അത് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാണ്, ഇത്താ എൻ്റെ പേരിൽ ഒരിക്കലും എൻ്റെ പേര് ഇതിനകത്ത് എടുത്തിടല്ലേ, എൻ്റെ പേരിനകത്ത് എനിക്ക് കല്യാണം കഴിക്കാനുള്ളതായി എനിക്ക് തെറ്റ് പറ്റിപ്പോയതാ ഇത്താ, ഒരിക്കലും. ഞാൻ ആ കുഞ്ഞിനെ എൻ്റെ മകളെ പോലെ, അല്ലെങ്കിൽ ഫിറോസിൻ്റെ മകളെ ഞാൻ ഒരു മകളെ പോലെ, എൻ്റെ മകളെ പോലെ ഞാൻ കാണുവാണ്. ആ കുഞ്ഞിൻ്റെ പ്രായമുള്ള ഒരു കുഞ്ഞ് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാണ്, അതുകൊണ്ട് ഞാൻ അത് എടുത്തില്ല. പക്ഷെ ലീഗലി ഞാൻ മൂവ് ചെയ്യുന്നുണ്ട്, ആ കുഞ്ഞിൻ്റെ പേര് വെളിയിൽ വരാതെ. ഈ ഒരു കാര്യം ഞാനതൊരു ഇതിനകത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ കുഞ്ഞിൻ്റെ കാര്യം തിരക്കി കണ്ട് ലീഗലി ഇവൻ്റെ വെളിയിൽ ഒരു മൈനർ കേസിനെ ഈ കുഞ്ഞിനെ പീഡിപ്പിച്ച കാര്യം വെളിയിൽ വരണം. ഇനി എനിക്ക് നാണക്കേട്, എനിക്കും എൻ്റെ കുഞ്ഞിനെ നാണക്കേട് നോക്കിയിട്ട് കാര്യമില്ല. അതും ഞാൻ ലീഗലി കൊടുത്തിട്ടുണ്ട്. അത് മൂവ് ചെയ്യട്ടെ, അത് സത്യാവസ്ഥ എന്താണെന്ന് ഈ ലോകം അറിയട്ടെ, ഇവന്റെ തെണ്ടിത്തരം വെളിയിൽ അറിയണം. സജിന എല്ലാം പറഞ്ഞതിൽ ഈ പറഞ്ഞത് ദിസ് ഈസ് സംതിങ് റിയലി റിയലി വെരി സീരിയസ്. വൈ? ബിക്കോസ് എനിക്കിതിലൊരു പേഴ്സണൽ ക്ലാരിറ്റി വേണമല്ലോ. ഞാൻ നിങ്ങളോട് വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് 2 പേരെ അറിയുന്ന ഒരാളാണ്. ഓബിയസ്ലി ഞാൻ സജിനോട് ചോദിച്ചു ഇതിൻ്റെ ക്ലാരിറ്റി എന്താ, ഈ 17 വയസ്സുള്ള കുട്ടി എന്ന് പറയുമ്പോൾ കേസ് മാറി. അപ്പോൾ പറഞ്ഞു അത് വേറൊരാൾ വഴി അറിഞ്ഞതാണ്. ഇപ്പോൾ അങ്ങനെ തന്നെയാണല്ലോ, വേറൊരാൾ വഴി അറിഞ്ഞതാണെന്നുള്ളതാണ് എന്നോട് പറഞ്ഞത്. ഞാൻ ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ കേസായിട്ട് മുന്നോട്ട് പോട്ടെ, ഞാൻ കേസായിട്ടാണല്ലോ കൊടുത്തതെന്നാണ് സജിന പറഞ്ഞത്. മേ ബി അത് നമ്മളോട് പറയാതിരുന്നതായിരിക്കാം. എന്നോട് അത് പറഞ്ഞിട്ടില്ല. എന്നോട് പറഞ്ഞത് ഇതാണ്, ഞാനത് കേസായിട്ട് മുന്നോട്ട് കൊടുത്തതാണ്, അത് വേറൊരാൾ വഴിയാണ് അവർക്ക് എത്തിയതെന്ന് പറയുന്നു. ശരി, ഇത് കേസായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് സജിന ഇപ്പോഴും അപ്പോഴും പറയും. എന്നോട് സംസാരിച്ചോളൂ കേസായി മുന്നോട്ട് പോട്ടെ, കേസിൽ തെളിയട്ടെ എന്നാ പറഞ്ഞേ. വീഡിയോയിൽ എന്താ പറഞ്ഞേ? കേസായിട്ട് മുന്നോട്ട് പോട്ടെ, കേസിൽ തെളിയട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ മക്കളുടെ മുന്നിൽ ഇപ്പോൾ വീഡിയോ ഡിലീറ്റ് ചെയ്തു, നിങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മക്കളുള്ളത് കൊണ്ട് തമ്മിൽ ചളിവാരി എറിയില്ല എന്നൊക്കെ പറഞ്ഞു. ഇതിപ്പോൾ നിങ്ങൾ പറഞ്ഞു, ഇവിടുത്തെ സിസ്റ്റം CWC അടക്കമുള്ള സിസ്റ്റം ഇതിനെ പിന്നാലെ പോകില്ല. ഇത് വലിയൊരു കാര്യം നിങ്ങൾ റിവീൽ ചെയ്തേ, ഒരാളെ കുറിച്ച് ഇത്രയും വലിയ പ്രൂഫൊക്കെ വെച്ച് ആ കുട്ടിയോട് നിങ്ങൾ ഇരയോട് സംസാരിച്ചു എന്നാണ് നിങ്ങൾ പറഞ്ഞേ. ഇത് മൈനറായ ഒരു ഇരയെടുത്ത് നിങ്ങൾ സംസാരിച്ചു എന്നാ പറഞ്ഞേ. നിങ്ങളിത് കേസ് കൊടുത്തു എന്നുള്ളതിന്റെ പേപ്പർ നിങ്ങൾ കാണിച്ചു. ഇനി നിങ്ങളായിട്ട് കേസ് വിഡ്രോ ചെയ്താലടക്കം ഇവിടുത്തെ സിസ്റ്റത്തിന് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആ സിസ്റ്റം ഇത് അന്വേഷിക്കും. മനസ്സിലായോ? അല്ല, നമുക്ക് തീരെ ഒരു ഉത്തരവാദിത്തം ഇല്ലാതെ എന്തൊക്കെ വിളിച്ചു പറഞ്ഞു, അല്ലെങ്കിൽ ഞാനൊന്നും പറയില്ല എന്നൊന്നും പറഞ്ഞ് ഇങ്ങനത്തെ കേസിൽ പോകാൻ പറ്റില്ല. കാരണം എന്താ പറയുക, ഇത് ഭയങ്കര സീരിയസ് സാധനമാണ്. ഒരാള് ഇപ്പൊ നാളെ ഫിറോസ് ഈ വിഷയത്തിൽ കേസ് മുന്നോട്ട് പോയിട്ട് എന്തോ ഇല്ല, അത് നമുക്കറിയില്ല, ഉണ്ടോ ഇല്ലെന്നൊന്നും നമുക്കറിയാൻ പാടില്ല. ഇത് സജിന പറഞ്ഞ കാര്യമാണ്. പക്ഷെ ഈ ഒരൊറ്റ വിഷയത്തിൽ ഫിറോസ് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ സജിന എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന്, ഇനി മാത്രമല്ല ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ടില്ലെങ്കിൽ എന്താവും? ഇനി ഇങ്ങനത്തെ സംഗതി ഇല്ലാതാണ് അന്വേഷിച്ച് തെളിഞ്ഞെന്നുണ്ടെങ്കിൽ സജിന എന്ത് ചെയ്യും? എടേ, ഇത് ഡേഞ്ചർ. നമ്മളെന്താ പറയുക, ഒരു പ്രൊവോക്കേഷൻ്റെ മുകളിൽ ഒരു ഇൻസ്റ്റിങ്ക്റ്റിൽ ഒരു ഇൻസ്റ്റൻറ്റീവായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചില സാധനങ്ങളായിട്ട് പറഞ്ഞു പോകണം തോന്നുകൊണ്ട് പറയും. പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ അതിൻ്റെ ഗ്രാവിറ്റി എത്രത്തോളം എന്നുള്ളത് മനസ്സിലാക്കേണ്ടത്. മനസ്സിലായോ? ഇത് ഇത്ര നേരം പറഞ്ഞ പോലത്തെ ഫ്ലേർട്ടിങ്ങോ അല്ലെങ്കിൽ ഫ്ലിങ്ങോ അങ്ങനത്തെ പരിപാടികളല്ല. ദിസ് ഈസ് സംതിങ് വെരി സീരിയസ്. ഇത് കേസേ മാറിപ്പോയ സാധനമാണ്. നിങ്ങൾ ഇനി ഇതിലൊരു സാക്ഷിയാവും. കാരണം ആ വിക്ടിമിനോട് സംസാരിച്ച വ്യക്തിയാണ് നിങ്ങൾ. ഡെഫിനറ്റ്ലി നിങ്ങൾ നാളെ സാക്ഷിയാണ്. അല്ല, ഇത് കേസായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അല്ല, ഇനി ഇവര് വിഡ്രോ ചെയ്തൊന്നും കാര്യമില്ല. CWC അടക്കത് കേസായിട്ട് തന്നെ എടുക്കും. എനിക്ക് ആദ്യം ഇവരുടെ അടുത്തല്ലേ സംസാരിക്കാം, പിന്നെ ഇവരുടെ അടുത്ത് സംസാരിച്ച് ഇരയായ അവരെ കണക്ട് ചെയ്യാൻ പറഞ്ഞ് അങ്ങനെ പോവും. ഇത് കോംപ്ലിക്കേഷനാണ്. ഈ ഇത്ര ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിൽ എവിടെയെങ്കിലും വേണ്ട, എൻ്റെ കുട്ടീൻ്റെ അച്ഛനല്ലേ, ഇതിന്റെ ആവശ്യം ഇപ്പൊ നിങ്ങൾക്ക് ചിന്ത ഉണ്ട്. ഇത് പറഞ്ഞപ്പോഴായിരുന്നു ആ ചിന്ത വേണ്ടിയിരുന്നത്. അതുപോലെ തന്നെ ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ഇവന്റെ കൂടെ ബാംഗ്ലൂര് ഇവൻ കഞ്ചാവ് അടിച്ച് നടന്ന് ആ പെൺകുട്ടിയും കൂടെ കഞ്ചാവ് അടിച്ച് ഇവൻ ഭയങ്കര ആർമാദിച്ച് അങ്ങനെ ഭയങ്കര രീതിയിൽ ഒരു ഹോട്ടൽ റൂം എടുത്ത് ഇവന് അവള് യൂസ് ചെയ്തൊരു കാര്യമുണ്ട്. ഞാൻ ആ പുള്ളിക്കാരിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ ആ പുള്ളിക്കാരിയുടെ ഡീറ്റെയിൽ ഇപ്പം പറയാതെ, ഞാൻ പുള്ളിക്കാരിയോട് സംസാരിക്കണം, എനിക്ക് ഡീറ്റെയിൽ വേണം, ഞാൻ കാര്യങ്ങൾ പറയാം. പുള്ളിക്കാരിയുടെ പുള്ളിക്കാരി മാപ്പെന്ന് പറയട്ടെ.
അല്ലെങ്കിൽ എന്നെ വിളിച്ചിട്ടില്ലെങ്കിൽ ആ പുള്ളിക്കാരി ആരാണെന്നും ആ ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് എന്നറിഞ്ഞ ആരാണെന്നും ഞാൻ ഇനിയും പറയും. അത് ആ പുള്ളിക്കാരിയും കൂടെ ഞാൻ വെളിയിലെടുത്തിട്ടുണ്ട് ഏത് വരും. അതേപോലെ തന്നെ ഒരു ഡോക്ടർ ഒരു ആയുർവേദ ഡോക്ടർകാരിയെ വിളിച്ചിട്ട് ഈ കൊച്ചിനെ ഇതേപോലെ മാരേജ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇയാൾ ഇത് ചെയ്യുന്നത്, മാരേജ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഫിസിക്കൽ യൂസ് ചെയ്തതിന് ശേഷം അയാൾ തലയിലായെന്നറിയുമ്പം ഇയാൾ നൈസിനെ അവരെയും തേച്ചു. അവരും മാനസികമായിട്ട് ഇപ്പം ദുബായിലെന്നാണ്ട. അത് കഴിഞ്ഞ് വേറൊരു പുള്ളിക്കാരി, അങ്ങനെ കുറേ. അതേപോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഷിയാസിന്റെ ഒരു കേസിൽ ഒരു സംഭവം നടക്കുന്നുണ്ടായിരുന്നല്ലോ ഒരു പുള്ളിക്കാരിയുടെ. ആ പുള്ളിക്കാരിയായിട്ട് ഇയാളും ഭയങ്കര അഫെയർ ആയിരുന്നു. അതും ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ളതാണ്, ആ കഥയിലുള്ളതാണ് തന്നെയാണ്. ആ പുള്ളിക്കാരിയും ഇതുപോലെ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു കിൻഡൽ പെണ്ണുങ്ങളുമായിട്ട് ഇയാൾ ഫിസിക്കൽ റിലേഷൻഷിപ്പിലായി. അയാൾ ചതിച്ചു പോയ ആഫ്റ്റർ ഞങ്ങൾ മാറി നിന്നതിന് ശേഷം ഇപ്പം വരെ ഞങ്ങൾ ഡിവോഴ്സ് ആയിട്ടില്ല. ഡിവോഴ്സ് ആവാനുള്ള കാരണം ഇയാൾ എനിക്ക് ഡിവോഴ്സ് തരുന്നതുമില്ല. ഇപ്പോൾ ഇല്ലീഗൽ മാരേജ് ആണ് ഇയാൾ എന്നെ ചെയ്തിരിക്കുന്നത്. ഫിറോസ് ഖാൻ ആരുടെ? ശ്രീകൃഷ്ണന്റെ രണ്ടാമത്തെ അവതാരം. ഇയാൾക്ക് പെൺകുട്ടികളൊക്കെ വെച്ച് വല്ല മാട്രിമോണി ഒക്കെ തുടങ്ങിയാൽ മതിയോ? അല്ല, ഞാൻ സീരിയസ് ആയിട്ട് ഇങ്ങനെ അമ്പലം കെട്ടേണ്ടി വരും ഇനി. എന്താണത്? അല്ല, ജോണി സിൻസാ എന്തോ ഈ പറയുന്നത് ഇതിനൊക്കെ ട്രെയിൻ പോലെ കിടക്കണത്. അങ്ങനെ പറയാൻ പോണില്ല, കാരണം കുറേ പറഞ്ഞു കഴിഞ്ഞാൽ വിഷയം എന്താ അറിയോ, ഇത് തീരൂല. കാരണം ഇതൊക്കെ ഉള്ളത് തന്നെ ആവുമായിരിക്കും, എനിക്കറിയില്ല. ഉള്ളത് എന്താ വെച്ചാൽ ഉള്ളതല്ല. എനിക്കറിയുന്ന ചോദ്യം ചെയ്യാൻ വേണ്ടിട്ട് എന്തും പറയാന്നുള്ള പോലെ പറയണം. അല്ലപ്പം ഞാൻ പറയും, എനിക്കറിയുന്ന ഒരു ഫിറോസ് ഖാന്റെയും സജിനേന്റെയും പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരുടെ ലൈഫിലും സാമാന്യം നല്ല ഉടായ്പുണ്ട്. പറയുമ്പോൾ കേൾക്കുന്നത് നമുക്ക് മനസ്സിലാവില്ല, സാമാന്യം നല്ല ഉടായ്പുണ്ട്. ഇത് ഞാൻ ഷിയാസ് കരീമിന്റെ വിഷയത്തിൽ പറഞ്ഞ പോലെയാണ്. എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് ആ ബാഗേജ് ആലോചിച്ചിട്ടെങ്കിലും മിണ്ടാതിരിക്കുക എന്നുള്ളൊരു കാര്യം ചെയ്താൽ നല്ലതാണ്. അപ്പം അത് മിണ്ടാതിരുന്നാൽ പോരെ. എന്തിനാ വെറുതെ ഇവിടുന്ന് വലിച്ച് അങ്ങോട്ട് അവിടുന്ന് വലിച്ച് ഇങ്ങോട്ട്? വാട്ട് ഈസ് എ തിങ്? ഇപ്പോൾ ഫിറോസ് ഖാൻ സീരിയസ്ലി ഞാൻ പറയാം, ഫിറോസ് ഖാൻ വിളിച്ചിട്ട് ഇപ്പോൾ ലാസ്റ്റിനോട് പറയുന്നത് വെച്ചെങ്കിൽ അങ്ങേര് തീരും, ഞാൻ തീരാൻ പോവാണ്, എനിക്ക് വയ്യ, കാരണം എനിക്കിതിൽ റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല, കാരണം എൻ്റെ മോനുണ്ട്. അങ്ങേരെ അതാ പറയുന്നത്. സജിന് റിപ്ലൈ തന്നപ്പോൾ മോനെക്കുറിച്ച് ആലോചിച്ചില്ല, പക്ഷേ ഇപ്പോൾ സജിന് മോനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അങ്ങേർക്ക് ഇപ്പോൾ മോനെക്കുറിച്ച് ആലോചിച്ചിട്ട് റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല. അപ്പം ഞാൻ പറയുമ്പോൾ സജിനെ ചിന്തിക്കുന്നത് ചിലപ്പോൾ ഫിറോസ് ഖാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോൾ നമ്മളെ മോനെ കുറിച്ച് ആലോചിക്കണം. അല്ലല്ല, അതെന്താ വിഷയം എന്ന് പറയും. ഇതിന് ഞാൻ പറയുമ്പോൾ ഇനി വേണ്ടെന്താ വെച്ചെങ്കിൽ സജിനെയാണല്ലോ ഇത്രയും വന്ന് പറഞ്ഞേ, ആ മോന് വേണ്ടിയിട്ടെങ്കിലും സജിന മേ ബി ഇതിനൊരു ക്ലാരിറ്റി, അതായത് ഇപ്പം എല്ലാ വിഷയവും തീർക്കുകയാണെങ്കിൽ നിങ്ങൾ തീർക്ക്, അല്ലെ മാനം കടല് തീർത്തു എന്ന് പറഞ്ഞിട്ട് ആ മകന് വേണ്ടിയിട്ട് രണ്ടാളും ഇനി ഞങ്ങൾ വരില്ല എന്നുള്ളൊരു ഉറപ്പല്ലേ പബ്ലിക്കിൽ ഇട്ടിട്ട് പോകും. എന്നാലും പ്രശ്നമില്ല, ആ നാട്ടുകാർക്ക് പറഞ്ഞാൽ മനസ്സിലാവും. അല്ലാത്ത പക്ഷം എന്തുവാടെ ഇത് ഇതിലിപ്പോൾ അല്ല ഇതെന്താ പറയുക, ഇവരും പോട്ടെ, റസൂൽ പൂക്കുട്ടി പറഞ്ഞ പേരെങ്കിലും പുറത്തു വന്നു വിചാരിക്കാം. ഒരു ബിഗ് ബോസ് എക്സ് കണ്ടസ്റ്റന്റ്, ഒരു ബിഗ് ബോസ് കോസ്റ്റ്യൂം, സിനിമയിൽ കോസ്റ്റ്യൂം നോക്കുന്ന ബിഗ് ബോസ് കണ്ടസ്റ്റന്റ്, പിന്നെ ഒരു ഡോക്ടർ, ഡിപ്രഷൻ അടിച്ച് ദുബായി പോയ ഒരാള്. എടീ ഇത് ആരൊക്കെയാന്നാ അല്ലേ? ഫിറോസ് ഖാനായിട്ട് ചുറ്റിപ്പറ്റി ആണെന്ന എല്ലാരും ഇപ്പൊ തപ്പിണ്ടാവും. ആരൊക്കെ നേരെയാണ് ചോദ്യചിഹ്നം പോയിട്ടുള്ളത്? ഇനി കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്. ഞാൻ സൂര്യജോഡി നമ്പർ 1 എന്ന് പറഞ്ഞാൽ സൂപ്പർ ജോഡിയാണോ സൂര്യജോഡിയാണോ എന്ന് പറഞ്ഞൂടാ. നമ്മളുടെ ബഷീർ ബാഷി അങ്ങനെ അവരെല്ലാം ഉള്ള സീസണിൽ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ പാർട്ടിക്ക് ഇരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ രസമായിട്ട് തമാശയൊക്കെ കളിക്കുന്നു. പെണ്ണുങ്ങളെല്ലാം മറ്റേ ജ്യൂസ് കുടിക്കുന്നു, ആണുങ്ങൾ ഡ്രിങ്ക്സ് കുടിക്കുന്നു. അതിനകത്ത് ഡ്രിങ്ക്സ് കുടിക്കുന്ന ആൾക്കാർ ഡ്രിങ്ക്സ് കുടിക്കുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതിനകത്ത്. നമ്മളെല്ലാവരും കൂടെ ആർട്ടിസ്റ്റുകളെല്ലാവരും എൻജോയ് ചെയ്യുന്നൊരു ടൈം. എല്ലാവരും കൂടെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മളുടെ എക്ടിക് ഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മളിരിക്കുകയാണ്. ആ സമയത്ത് ഇതുപോലൊരു ഇൻസിഡൻറ്റ് ഞങ്ങളെല്ലാം ഇങ്ങനെ കട്ടിലൊക്കെ എല്ലാവരും കൂടെ മിക്സ് ഓഫ് ആയിട്ടിരിക്കുന്നു. ചിലവർ അകത്ത് കയറി സിഗരറ്റ് വലിക്കുന്നു, അതുപോലെ ചിലവർ വന്ന് ഇങ്ങനെ നമ്മൾ അങ്ങനെ ഓരോ കാര്യങ്ങളും അതിനകത്ത് ആൾക്കാർ അതിനകത്ത് വേറെ അനാവശ്യങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ. അതിനകത്തുണ്ടെങ്കിൽ ഞങ്ങൾ അതിനകത്തുള്ള ആൾക്കാരെല്ലാം ഡ്രിങ്ക്സ് കുടിക്കുന്നുണ്ട്, സിഗരറ്റ് വലിക്കുന്നുണ്ട്, അല്ലാതെ അതിനകത്ത് ഒരു അനാവശ്യമില്ല. ഇനിയിപ്പോൾ പോന്നു വരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ നമ്മളെല്ലാം തമാശ പറഞ്ഞു ഞങ്ങളെല്ലാം ചിരിച്ചുകൊണ്ടിരുന്നപ്പം ജിഷിൻ ചേട്ടൻ ഇവരൊക്കെ എന്നെ ഇങ്ങനെ നോക്കിയിട്ട് ഒരു പക്ഷേ ജിഷിൻ ചേട്ടനൊക്കെ ഇത് വെളിയിൽ വന്ന് പറയുമെന്ന് തോന്നുന്നു. ആ ഇൻസിഡൻറ്റ് എല്ലാവരും കൂടി ഇങ്ങനെ സ്റ്റക്കായിട്ട് നോക്കാം. അപ്പം ഞാനിതെന്താ നോക്കിയിട്ട് ഞാൻ നോക്കിയിട്ട് ഞാൻ കറക്റ്റ് കണ്ണാടിയിൽ കാണും. ബാത്റൂമിൻ്റെ ഒരു സൈഡിൽ ഇവിടെ ഒരു ഈ സൈഡിലൊരു അലമാരി ഇരിപ്പുണ്ട്. അലമാരിയുടെ ഡോർ ഇങ്ങനെ ഓപ്പണായി കിടക്കുകയാണ്. ഈ സൈഡിൽ ഓപ്പണായി കിടക്കുമ്പോൾ ഇതിനകത്തുള്ള മിററിൽ നിന്ന് നേരെ നമ്മൾ ആ ബാത്റൂമിലോട്ട് റിഫ്ലക്റ്റ് ചെയ്ത് ഇങ്ങനെ കാണാൻ പറ്റും. ഇങ്ങനെ അത് എനിക്ക് അതിനോട് പറഞ്ഞാൽ മനസ്സിലാവും. ചിലപ്പോൾ നമ്മളിങ്ങനെ കാണുമ്പോൾ ആ കണ്ണാടി കൂടെ ബാത്റൂം കാണാൻ പറ്റുന്ന രീതി. അപ്പോൾ ഈ പുള്ളിക്കാരി ആരാന്ന് ഞാൻ പറയുന്നില്ല, അത് ആ ടീമിന് എല്ലാവർക്കും അറിയാം. ഈ പുള്ളിക്കാരിയും ഫിറോസ് ഖാനും കൂടെ
അവിടെ നിന്നിട്ട് സിഗരറ്റ് വലിച്ചിട്ട് കൊടുക്കുന്നു, ഫ്രഞ്ച് അടിക്കുന്നു. ഇതാണ് ഞാൻ കാണുന്നത്. അത് ആ സമയത്താണ് ഞാൻ കണ്ടിട്ട് കുറച്ച് നേരം ഞാൻ സ്റ്റക്കായി നിൽക്കുന്നത്. എന്താ ഇവരെല്ലാവരും എന്നെ നോക്കുന്നു. ഒരു നിമിഷം ഞാൻ ബ്ലാങ്ക് ആയിട്ട് പെട്ടെന്ന് ചാടി പോയി. ഞാൻ അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നു. അവിടെ കിടന്ന് ഭയങ്കര കരച്ചിലും ബഹളവും ഓരോ കാര്യങ്ങളും ഞാൻ അവിടെ ഉണ്ടാക്കി. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അടിച്ച് ചാക്കുച്ച് കിടന്നു. അവർ അതായത് കെട്ടിപ്പിടി ഫ്രഞ്ച് അടിച്ചുകൊണ്ടിരിക്കുക. അവർ ഇതെല്ലാം ചെയ്തിട്ടും അവിടുന്ന് ഞാൻ ഇറങ്ങി. ലാസ്റ്റ് മൃദുല എൻ്റെ കൂടെ വർക്ക് ചെയ്ത അമ്മുൻ്റെ കൂടെയാണ് ഞാൻ ചാർജ് ഇരുന്നത്. അപ്പം അങ്ങനൊരു ഇൻസിഡൻറ്റും അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊന്ന് മൃദുലയുടെ റൂമിലാണ് ഞാൻ കരഞ്ഞു പിടിച്ച് ഞാൻ പോയി കിടന്നതും. രാവിലെ വീണ്ടും ഇതുപോലെ കാല് പിടിച്ച് മാപ്പ് പറയലും കാര്യങ്ങളും ഒക്കെ പറയുന്നു, അത് പറ്റിപ്പോയതാണെന്ന് പറയുന്നു. അങ്ങനെ ഒത്തിരി ഇത് തുടക്കകാലത്ത് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇൻസിഡൻറ്റ് ഉണ്ടായി. എനിക്കൊന്ന് മേ ബി ആ ഇയർ നോക്കുമ്പോൾ അറിയാം. സൂര്യജോടിയൊക്കെ എനിക്ക് തോന്നുന്നൊരു 7-8 വർഷം മുന്നേ, 8-7 വർഷം അത്രേ ആയിട്ടേ ഉള്ളൂ. ആ സമയത്താണ് ഈ പറഞ്ഞ ഇൻസിഡൻറ്റ് ഉണ്ടായത്. അപ്പോൾ ഇത് എഗെയിൻ വേറൊരു നടിയെ കുറിച്ചിട്ട് പറയുന്നു. ഇതിലൊരു ക്ലാരിറ്റി ഞാൻ നിങ്ങൾക്ക് തരാം. ഈ നടിയായിട്ട് ഞാൻ സംസാരിച്ചു. വൈദവേ ഞാൻ ഈ നടി കണ്ടുപിടിച്ച് പോയതോടെങ്കിൽ എനിക്ക് സിറ്റുവേഷൻ അറിയുമെന്നല്ല കേട്ടോ. അവരെന്നോട് വന്ന് പറഞ്ഞത്, സായി ഇതിൽ ഇവർ പറയുന്നത് പോലെ അല്ല കാര്യങ്ങൾ. ഓക്കെ, അവരുടെ വേർഷനിൽ വേറൊരു ഡിഫറെൻ്റ് ആംഗിളാണ് ഇതിനകത്തുള്ളത്. വെരി അൺഫോർച്ചുനേറ്റ്ലി അതിൽ ഫിറോസ് ഖാനും ഒരു വില്ലൻ തന്നെയാണ്. ഓക്കെ, അതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവരെന്തോ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തു എന്നുള്ളത് അവരിപ്പോഴും പറയുന്നുണ്ട്. മേ ബി ഒപ്പം ഇരുന്നവരെന്തെങ്കിലും പറഞ്ഞു കൊടുത്ത് മിസ്അണ്ടർസ്റ്റാൻഡ് ആയതാണോ? അവർക്ക് നല്ല ക്ലാരിറ്റി ഉണ്ട് ആ പറയുന്നതിൽ. ഇവർ ഇപ്പോൾ ഞാൻ സജിനയോടും പറഞ്ഞു, നിങ്ങൾ അവരോടും സംസാരിക്കുക. അറ്റ്ലീസ്റ്റ് ആ നടി നിങ്ങൾക്ക് മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾ അവർക്ക് റിപ്ലൈ കൊടുക്കുക. നിങ്ങൾ സംസാരിച്ചിട്ട് ആ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഇങ്ങോട്ട് തീർക്ക്. അത് ട്രോമ എന്ന് പറഞ്ഞിരിക്കല്ലേ എന്നൊക്കെ ഞാൻ സജിനയോട് പറഞ്ഞതാണ്. അപ്പോൾ സജിന റെഡിയല്ല. ഓക്കെ, സജിന കണ്ടത് സജിനയ്ക്ക് കണ്ടു തന്നെയാണ് സജിന നിൽക്കുന്നത്. ഇല്ലാന്ന് സജിന പറയുന്നില്ല. സജിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേര് വരും എന്ന് സജിന പറയുന്നു. അപ്പുറത്ത് ആ നടിയും പറയുന്നു നടീനെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേര് വരും. ഇവര് പറയുന്ന അതേ ആൾക്കാരെ കുറിച്ച് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല എന്നാണ് ഇവര് പറയുന്നത്, നടി പറയുന്നത്. ആൻഡ് 1-2 വോയിസും എനിക്ക് കിട്ടുന്നു. ഈ നടി അന്നേ ദിവസം അവിടെ റൂമിലുണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഇതെന്ന് പറഞ്ഞിട്ട് കുറച്ച് വോയിസ് കിട്ടുന്നു. ഞാനെന്താ പറയുക, എഗെയിൻ സജിനോടും ഫിറോസിനോടും പറയാനുള്ളത്, എന്തിനാണ് സ്വയം പല്ലിൻ്റെ ഇടയിൽ കുത്തി നാറ്റിക്കാൻ നിൽക്കുന്നത്? ഇപ്പോൾ ഫിറോസ് എന്ന് പറഞ്ഞ വ്യക്തി ഓബിയസ്ലി സജിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, ദാറ്റ്സ് എ ഫാക്ട്. അയാളുടെ ദേഷ്യം ഇപ്പോഴും റസൂൽ പൂക്കുട്ടിയുടെ മേലിലും കാര്യങ്ങളിലുമാണ്. അയാൾ എവിടെയും സജിനയുടെ എതിരെ ഇങ്ങനത്തെ ഒരു അലിഗേഷൻ ആയിട്ട് പോയിട്ടില്ല. എനിക്ക് തോന്നുന്നു റസൂൽ പൂക്കുട്ടി എന്ന ആളെ മേലിൽ മാത്രമാണ് അങ്ങനെയാണ് ഒരു ദേഷ്യമുള്ളത്. സജിനോടാണ് പറയാനുള്ളത്, ഇനി എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻ തോന്നിക്കഴിഞ്ഞാൽ ദയവേത് ഇതേപോലെ വരുന്നതിന് മുമ്പ് മക്കളെ മുഖത്തൊന്ന് നോക്കുക. കാരണം എന്താ പറയുക, ഇത് പ്രശ്നമല്ലേടേ. കുട്ടികളുടെ ഒരു ഇമ്പാക്റ്റ് നിങ്ങൾ ആലോചിച്ച് നോക്ക്. അപ്പം ഡെഫിനറ്റ്ലി ഇപ്പോൾ എൻ്റെ വീഡിയോ കുട്ടികൾ കാണുമോ ഇല്ല എന്നുള്ളത് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ബട്ട് മക്കളൊക്കെ കാണുമ്പോൾ എനിക്കും അതിലൊരു റിഗ്രറ്റ് ഉണ്ട്. എന്ത്, അയ്യോ ഇത് മക്കൾ കാണുമല്ലോ എന്നുള്ള റിഗ്രറ്റ് നമുക്കുണ്ട്. ബട്ട് എൻഡ് ഓഫ് ദ ഡേ മൈ പ്രൊഫഷൻ ഈസ് ദിസ്, വാട്ട് ഐ യൂസ് ടു ഡു ഈസ് ദിസ്. സോ ഞാനിത് ചെയ്യും. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങൾ അവരെ പാരൻ്റാണ്. നമ്മൾ ചെയ്യുന്ന പോലെ അല്ല നിങ്ങൾ ചെയ്യുന്നത്. മനസ്സിലായോ? നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നിങ്ങളെ മക്കള് മാത്രമാണ്. അതെ, സീരിയസ്ലി നിങ്ങളെ കുട്ടികളാണ്. ആ കുട്ടികൾ നാളെ 4 ആളുടെ ഇടയിൽ പോയി നിൽക്കുമ്പോൾ സജിനയുടെ ഫിറോസിനെയും മോന ഇങ്ങനെയുള്ള ഒരു അച്ഛൻ്റെയും അമ്മേൻ്റെയും മക്കളാണെന്ന് പറയുമ്പോൾ, അതായത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്താ അറിയോ, പെട്ടെന്ന് ഇത് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. നമുക്കൊക്കെ ഈ ഒരു അവിഹിതം അല്ലെങ്കിൽ അച്ഛനും അമ്മയും പിരിയേണ്ടത് ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയറിൻ്റെ ഒരു അഡൽട്ടറീൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ അറിയാം. നമുക്ക് കുറച്ച് കഴിഞ്ഞൊരു 10-25 വയസ്സായിട്ട് ആരെങ്കിലുമൊക്കെ പറഞ്ഞു തരുമ്പോഴേ, അല്ലെങ്കിൽ നമ്മൾ തപ്പി കണ്ടുപിടിക്കുമ്പോഴാണ്. ഇപ്പോഴത്തെ മക്കൾക്ക് അങ്ങനത്തെ സീനൊന്നുമില്ല. 10-12 പോകുമ്പോഴൊക്കെ മക്കൾ എല്ലാവരും തമ്മിൽ ഇതൊക്കെ സംസാരിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് ചെറുതാവുമ്പോൾ ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവില്ല, അതുകൊണ്ട് അറിയാൻ പറ്റുന്നുണ്ടാവില്ല. ചിലപ്പോൾ ആ മക്കൾ പോയിട്ട് സ്കൂളിലൊക്കെ പോയിട്ട് അത് അനുഭവിക്കായിരിക്കും. ഭയങ്കര സീനായിരിക്കും. സോ പ്ലീസ് ആ കുട്ടികൾ ആലോചിച്ചിട്ടെങ്കിലും നിങ്ങൾ ഫർദറായിട്ട് ചളി വരാതെ ഇങ്ങനെ അല്ലേ എറിഞ്ഞ് കളിക്കാതിരിക്കുക. എന്തെങ്കിലും പരസ്പരം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പുറത്ത് കൊണ്ടുവരാതിരിക്കുക. നിങ്ങൾ തമ്മിൽ തീർത്തോ, പുറത്ത് കൊണ്ടുവരാതിരിക്കുക. ഞാൻ വേറെ കാര്യം പറയാം, നിങ്ങൾ രണ്ടുപേരും തമ്മിലടിക്കുമ്പോൾ അതിനിടയിൽ സംസാരിക്കാനും ഇത് കണ്ടവരും കേട്ടവരൊക്കെ ആയിട്ട് ഈ വിഷയങ്ങൾ അറിയുന്നവരൊക്കെ ആയിട്ട് ഒരുപാട് പേരുണ്ടാവും. ഓക്കെ, അപ്പം അത്രയും ആളുകൾ വീണ്ടും എന്ത് ചെയ്യും, ഇതിനിടയിൽ വരും, ഇൻവോൾവ് ആവും. പല പേരുകളും ഊഹാപോഹങ്ങൾ വരും. അല്ലെങ്കിൽ പുറമുള്ള ആൾക്കാർക്ക് ആർക്കും ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം എന്നൊന്നും ആഗ്രഹം ഉണ്ടാവില്ല. ഇതിങ്ങനെ വലിച്ചു നീട്ടി വലുതാക്കി കൊണ്ടുപോകണം തന്നെ ആയിരിക്കും ആഗ്രഹം. എന്തിനാ അതിൻ്റെ ആവശ്യമില്ലല്ലോ. എന്തിനാ 10 ആളെ മുന്നിൽ ഇതിങ്ങനെ വലിച്ചു നീട്ടിയിട്ട് ലാസ്റ്റ് മക്കളുടെ മുന്നിൽ ചോദ്യചിഹ്നമായിട്ടുള്ളൊരു പാരൻ്റായിട്ട് നിൽക്കുക. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തോ, അല്ലെങ്കിൽ നിങ്ങൾ വിഡ്രോ ചെയ്യും അല്ലേ. ഈ വിഷയത്തിൽ നിങ്ങൾ മാറി അത് കുറച്ചും കൂടി എന്താ പറയുക, എല്ലാം ഒന്ന് തണുത്തുറങ്ങിയതിന് ശേഷം
എവിടെയെങ്കിലും ആരെങ്കിലും ഒക്കെ ചോദിക്കുമ്പോൾ ഇല്ല ഞങ്ങൾ വിഷയങ്ങളില്ല എന്ന് പറഞ്ഞു കേൾക്കാനാണ് എനിക്കും താല്പര്യം. അല്ലെങ്കിൽ എത്ര പേർക്ക് അവർ തമ്മിലൊന്നും പറഞ്ഞ് സോൾവ് ചെയ്തത് എവിടെ വെച്ച് നിർത്താൻ പറ്റുന്ന നിർത്തി ഒഴിവാക്കുക സാധനം പണ്ടാറാം. ഇല്ലെങ്കിൽ എന്താ പറയുക എനിക്ക് ഈ തോന്നി ഈ പോക്ക് ഇങ്ങനെ പോയാൽ ഇതിൽ രണ്ടിലേതെങ്കിലും ഒരാൾ തീരും. ആ രീതിക്ക് അപ്പോൾ കാര്യങ്ങൾ ഇപ്പം ആ മക്കൾക്ക് എവിടെയെങ്കിലുമൊക്കെ ജീവിച്ചിരിക്കുന്ന അച്ഛനും അമ്മയും ഉണ്ടെന്നെങ്കിലും ഉണ്ടാവും, മറ്റേത് ഇല്ലാത്തൊരവസ്ഥയാവും. വെറുതെ അയക്കൊന്നും കൊണ്ടുചെന്ന് എത്തിക്കാൻ നിൽക്കരുത്. അപ്പോൾ ഓക്കെ ഗൈസ് അല്ലേ, എനിക്കിപ്പോൾ എന്താ ഉണ്ടായ ലാസ്റ്റ് ഇത് വിഷയത്തിൽ വീഡിയോ ഇട്ട് കുറച്ച് അരി ഓടിക്കാൻ പറ്റി. ഇതേപോലെ അല്ല ഒരുപാട് ഇതിപ്പോൾ ഞാൻ 45 മിനിറ്റുള്ള വീഡിയോ ഒന്നിച്ചിട്ട് തീർത്ത്. ചിലപ്പോൾ ഇത് കട്ട് ചെയ്ത് 10 വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടോ, 10 മിനിറ്റ് ഒക്കെ ഇട്ടാലും 4 വീഡിയോ ആയി. ഒരുപാട് ആൾക്കാരുണ്ടാവും നിങ്ങൾ എന്തെങ്കിലും പറയണേന്ന് പ്രാർത്ഥിച്ചിരിക്കുന്ന ആൾക്കാർ, എന്നാലേ നമുക്ക് വീഡിയോ ഇടാൻ പറ്റുള്ളൂ എന്ന് വെച്ചിട്ട്. നിങ്ങളുടെ ലൈഫാണ്, ഞങ്ങളുടെ ലൈഫല്ല. അതിങ്ങനെ കളയണോ വേണ്ടത് നിങ്ങൾ മാത്രം തീരുമാനിക്കും. നമ്മൾ പുറത്തിരുന്നിട്ട് ഇത് കണ്ട് കൈയടിക്കുന്ന ആൾക്കാർ മാത്രമാണ്. പിടിച്ചു മാറ്റാൻ പോലും വരുന്നില്ല. മനസ്സിലായോ? അതിനുള്ള ട്രൈ എൻ്റെ ഭാഗത്തുനിന്ന് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. ഐ വിൽ ഡു ദാറ്റ്. ബട്ട് എത്ര പേര് അങ്ങനെ ചെയ്യും? അങ്ങനെയുണ്ട്. ഇപ്പം എനിക്ക് നിങ്ങൾ അറിയണോണ്ടാട്ടോ, അല്ലാതെ എല്ലാ കാര്യത്തിലും ഇടപെടുന്നുണ്ട്. അറിയണോണ്ട് ചെയ്യാൻ നോക്കുന്നില്ല, ഇങ്ങോട്ട് വന്ന് സംസാരിക്കും കൂടെ ചെയ്യാം. അതുകൊണ്ട് മാത്രമാണ്, അല്ല വേറെ. ബിക്കോസ് രണ്ടുപേരെ വേർപിരിഞ്ഞ് നിൽക്കണം, മാറി നിൽക്കണം താല്പര്യം എനിക്ക്. റെസ്പെക്ട്ഫുള്ളി മാറി പോവുകയാണെങ്കിൽ ദാറ്റ്സ് റിയലി ഗുഡ്. ബിക്കോസ് കുട്ടികളുടെ ലൈഫാണ് എൻഡ് ഓഫ് ദ ഡേ മാറ്റേഴ്സ്. ദാറ്റ്സ് ഇറ്റ് ഗൈസ്.